വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരുകൾ പറഞ്ഞ് പരാമർശിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും മനസ്സിലാക്കേണ്ട കുറേയേറെ തത്വങ്ങൾ ആ ഓരോ സ്ത്രീയുടെ കഥയിലും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും ആദ്യം പരാമർശിക്കുന്ന സ്ത്രീ ഹവ്വയാണ്, ഹവ്വ, ഈവ്. പക്ഷെ ഒറിജിനൽ വേദപുസ്തകത്തിൽ ആദാമിൻ്റെ ഒന്നാം ഭാര്യയുടെ പേര് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാനിയേൽ പ്രവാചകനാണ് ആദാമിൻ്റെ ഒന്നാം ഭാര്യയുടെ പേര് മുറിച്ച് കളഞ്ഞത്. ഞാൻ വേദവൈപരീത്യം പറഞ്ഞു കളയരുത്. ഒറിജിനൽ വേദപുസ്തകത്തിൽ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ കൂടെ മണ്ണ് കുഴച്ച ഒരു സ്ത്രീയും സൃഷ്ടിച്ചിരുന്നു. ആ സ്ത്രീയുടെ പേര് ലിൻലിത്ത് എന്നായിരുന്നു. അതാണ് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന പുരുഷനും സ്ത്രീയും. ആദാം ലിൻലിത്തിനെ ഓർഡർ ചെയ്തു. ലിൻലിത്ത് പറഞ്ഞു, നമ്മളെ രണ്ടിനെയും ഒരുപോലെ മണ്ണ് കുഴച്ചുണ്ടാക്കിയതാണ്, എൻ്റെ അടുത്ത് ഓർഡറൊന്നും തന്നു കളയായിരുന്നു പറഞ്ഞു. വഴക്കായി. അങ്ങനെ ലിൻലിത്തിനെ ആദാം അടിച്ചോടിച്ചു. അപ്പോൾ ഏദൻ തോട്ടം എന്ന് പറയുന്ന സ്ഥലം ഭൂമിശാസ്ത്രപരമായി നമ്മൾ മനസ്സിലാക്കണം. ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്നൊരു 60 കിലോമീറ്റർ വടക്കാണ് ഏദൻ തോട്ടം. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് 2 നദികൾ തെക്കും, സീഹോൺ, പീഹോൺ നദികൾ വടക്കും കിഴക്കുമായിട്ടാണ് ഈ ഏദൻ തോട്ടത്തിൻ്റെ ബൗണ്ടറി വേദപുസ്തകം പറയുന്നത്. യൂഫ്രട്ടീസും ടൈഗ്രീസും ഈ ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിൻ്റെ തെക്കൂടെ ഒഴുകുന്ന 2 നദികളാണ്. അതിൻ്റെ ഒരു 80 കിലോമീറ്റർ വടക്കൂടാണ് സീഹോണും പീഹോണും ഒഴുകുന്നത്. അതായത് ഏദൻ തോട്ടം എന്ന് പറയുന്നത് ബാഗ്ദാദിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ വടക്കുള്ളൊരു ഭൂപ്രദേശമാണ്. അവിടുന്ന് ഈ ലിൻലിത്തിനെ ഓടിച്ചു. ലിൻലിത്ത് എന്ത് ചെയ്തു? നേരെ ഇറാഖ് ക്രോസ് ചെയ്ത് കുവൈറ്റിലെത്തിയിട്ട് അവിടുത്തെ മലയുടെ മുകളിൽ കയറി ഇരിപ്പായി. നമ്മൾ യക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ അറബികളുടെ സാഹിത്യത്തിലെ ദുർദേവതയാണ് ഈ ലിൻലിത്ത് എന്ന സ്ത്രീ. അങ്ങനെ ആദാം ഏകനായി. ദൈവം നോക്കിയപ്പോൾ ഉണ്ട് ആദാം ഏകനായിട്ടിരിക്കുന്നു. അപ്പോൾ ഇവനൊരു തുണയെ കൊടുക്കണമല്ലോ, അതിന് ഹവ്വയെ സൃഷ്ടിച്ചു. അപ്പോൾ ഹവ്വയെ സൃഷ്ടിക്കാൻ നേരം ദൈവം ആലോചിച്ചു, ഇനിയും മണ്ണ് കുഴച്ചുണ്ടാക്കിയാൽ അവൾ ലിൻലിത്ത് നമ്പർ 2 ആയി മാറി എന്ത് ചെയ്യും? ആ ഗതികേടല്ലേ. അതുകൊണ്ട് പ്രോസസ്സ് മാറ്റാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ ദൈവം തീരുമാനിച്ചു, ഇവൻ്റെ ശരീരത്തിൽ നിന്ന് എല്ലെടുത്ത് അതിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചാൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തൊരു ഭാഗത്ത് നിന്ന് സ്ത്രീ ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ കോമൺ DNA-യും കോമൺ സ്വഭാവമായിരിക്കും. അതുകൊണ്ട് വഴക്കുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടൊരു എല്ലെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ കാലത്ത് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു, ഈ ലിൻലിത്തിൻ്റെ കാര്യം വേദപുസ്തകത്തിൽ വേണ്ട, യഹൂദന്മാർക്ക് ചില തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലിൻലിത്തിനെ പറ്റി പറയുന്ന 6 സെൻറ്റൻസ് ദാനിയേൽ പ്രവാചകൻ മുറിച്ചങ്ങ് മാറ്റി. അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ആണും പെണ്ണും അവരെ സൃഷ്ടിച്ചു 2 സെൻറ്റൻസ് കഴിയുമ്പോൾ ആദാം ഏകനാണെന്ന് കണ്ടു ഈ പരസ്പരം മനസ്സിലാകാത്ത 2 വാചകം കണ്ടത്. അപ്പോൾ ഈ സ്ത്രീയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ശ്രദ്ധിച്ച കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ സ്ത്രീയുടെ സൃഷ്ടിയിൽ ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഹവ്വയെ സൃഷ്ടിക്കാൻ നേരം ദൈവം എല്ലെടുത്തു. എവിടുന്ന് എല്ലെടുത്തു? പുരുഷൻ്റെ തലയിൽ നിന്ന് എല്ലെടുത്തിട്ടില്ല, വാരിയലാണ് എടുത്തത്. പുരുഷൻ്റെ തലയിൽ നിന്ന് എല്ലെടുത്തിട്ട് സ്ത്രീയെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ സ്ത്രീകൾ പറയുമായിരുന്നു, ഞങ്ങളുടെ സ്ഥാനം നിൻ്റെ തലയുടെ ഉണ്ടാക്കിയ ഭർത്താവിൻ്റെ തലയുടെ മുകളിൽ കയറി ഭാര്യമാരിയ്ക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആദാമിൻ്റെ തലയിൽ നിന്നെടുത്ത് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കാഞ്ഞത്. ആദാമിൻ്റെ കാലിൽ നിന്ന് എല്ലെടുത്ത് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചില്ല. കാരണം കാലിൽ നിന്ന് എല്ലെടുത്ത് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും കാലിൽ നിന്ന് ശൂദ്രനും പുറപ്പെട്ടെന്ന് പറഞ്ഞ ബ്രാഹ്മണരെ ശൂദ്രരെ ചവിട്ടി മതിക്കുന്ന പോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ ചവിട്ടിയനെയായിരുന്നു. ആ ചവിട്ടാതിരിക്കാൻ വേണ്ടിയാണ് കാലിൽ നിന്ന് എല്ലെടുക്കാൻ. പിന്നെ ഏതെല്ലെടുത്തു? ഏറ്റവും താഴത്തെ വാരിയിലെടുത്തു. ഏറ്റവും താഴത്തെ വാരിയിലുണ്ട് പ്രത്യേകതയുണ്ട്. പുരുഷ ശരീരത്തിൻ്റെ എക്സാക്ട് സെൻറ്ററാണ് ലോവസ്റ്റ് റിബ്. 6 അടി പൊക്കമുള്ള ഒരു പുരുഷനും 3 അടി പൊക്കത്തിലും, 4 അടി പൊക്കമുള്ള ഒരു പുരുഷനും 2 അടി പൊക്കത്തിലും, 2 അടി പൊക്കമുള്ള ആറാട്ടുമുണ്ടൻ 1 അടി പൊക്കത്തിലും ആയിരിക്കും ആ ലോവസ്റ്റ് റിബ് ഇരിക്കുന്നത്. അപ്പോൾ പുരുഷ ശരീരത്തിൻ്റെ ഒത്ത മധ്യത്തിൽ നിന്ന് ദൈവം എല്ലെടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലോവസ്റ്റ് റിബ്, പുരുഷൻ്റെ മധ്യത്തിൽ നിന്ന് സ്ത്രീയെ ദൈവം പുറപ്പെടുവിച്ചത്. ഇനി എവിടുത്തെ വാരിയലാണ് എടുത്തത്? ഉൽപ്പത്തി 3-ാം പുസ്തകത്തിൽ പറയുന്ന ഇടതുവശത്തെ വാരിയലാണ് എടുത്തത്. എന്തിനാണ് ഇടതുവശത്തെ വാരിയൽ എടുത്തത്? ഹൃദയത്തെ വരിഞ്ഞിരിക്കുന്ന എല്ലാണ് ഇടതുവശത്തെ വാരിയൽ എന്ന് പറയുന്നത്. ഏറ്റവും താഴത്തെ വാരിയൽ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാണ്. കത്തിക്കുത്ത് കേസിലൊക്കെ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോകുമ്പം ആ ഇടതുവശത്തെ വാരിലിന് കുത്ത് കിട്ടിയാൽ ആൾ രക്ഷപ്പെടും. കാര്യം ഈ എല്ലാ ഫോഴ്സ് എടുത്തിട്ട് ഒന്ന് ഒടിഞ്ഞവിടെ ഇരിക്കും, ഹാർട്ട് രക്ഷപ്പെടും.
പക്ഷേ ഈ റിബിൻ്റെ അവിടെ നിന്ന് സ്വല്പം പ്ലേസ് മാറിപ്പോയെങ്കിൽ വാരിയലിന് ഇടയ്ക്കൂടെ പിച്ചാത്തി അകത്ത് കയറും, ഹൃദയത്തിന് കുത്ത് കിട്ടും, ആളെ എത്തും. അപ്പോൾ ഒരു മനുഷ്യനെ രക്ഷിക്കുന്ന എല്ലാമാണ് ഈ ഇടതുവശത്തെ ഏറ്റവും താഴത്തെ വാരിയലെന്ന് പറയുന്നത്. ആ വാരിയൽ ഹൃദയത്തെ, സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായ ഹൃദയത്തെ വരിഞ്ഞിരിക്കുന്ന എല്ലാം. ആ എല്ലിലും ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് ആ ഹൃദയത്തെ എങ്ങനെ വാരിയൽ ആലിംഗനം ചെയ്തിരിക്കുന്നുവോ അതുപോലെ ഭർത്താവും ഭാര്യയെ ആലിംഗനം ചെയ്ത് സ്നേഹമായിട്ടിരുന്നോണം. അതുകൊണ്ടാണ് ഇടതുവശത്ത് വാരിയലെടുത്ത് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. ഇനി സ്ത്രീയെ സൃഷ്ടിച്ച ശേഷം പിന്നെ ദൈവം വേദപുസ്തകത്തിൽ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം പിന്നെ വിശ്രമിക്കാൻ പോയി എന്നുള്ളതാണ്. എന്താണ് ഈ സ്ത്രീയെ സൃഷ്ടിച്ച ശേഷം ദൈവം വിശ്രമിക്കാൻ പോയത്? മർത്തോമായിലെ വലിയ മെത്രാപ്പോലത്തെ ക്രിസ്തോസ്തിന് വേണ്ടി പറയുന്നത്, സ്ത്രീകളെ സൃഷ്ടിച്ച ശേഷം ഈ സ്ത്രീകൾ ദൈവത്തിന് ഇരിക്കപ്പുറതി കൊടുത്തിട്ടില്ല, അങ്ങാർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതിന് ശേഷം എന്നാണ്. അതുകൊണ്ട് ദൈവം ഒന്നും ചെയ്തില്ല എന്നാണ്. പക്ഷേ ക്രിസ്ത്യൻ തിയോളജി വളരെ കൃത്യമായി പറയുന്നു, സ്ത്രീയെ സൃഷ്ടിച്ച ശേഷം ദൈവം സൃഷ്ടിയുടെ ജോലി സ്ത്രീയെ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് ദൈവം പിന്നെ ഒന്നും സൃഷ്ടിക്കാനോ. ഇനി നീ ഗർഭം ധരിച്ച് കുട്ടികളെ പ്രസവിച്ച് അവർ ഇൻവെൻഷൻസും ഡിസ്കവറീസൊക്കെ നടത്തി ഈ ലോകത്തെ സമ്പുഷ്ടമാക്കി കാണും. ദൈവം സൃഷ്ടിയുടെ ജോലി സ്വയം ഏൽപ്പിച്ചത് സ്ത്രീയെയാണ്. അതുകൊണ്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ച ശേഷം ദൈവം പിന്നെ ഒന്നും സൃഷ്ടിക്കാത്തത്. ഇനി ആരാണ് ബെറ്റർ സൃഷ്ടി, പുരുഷനാണോ സ്ത്രീയാണോ? അതിന് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഉത്തരം പറയുന്നുണ്ട്. പുരുഷനെ സൃഷ്ടിച്ച ദൈവം ഒരു കുശനായനായിരുന്നു, പ്രതിമയുണ്ടാക്കുന്ന ഒരു സ്കൾപ്റ്ററായിരുന്നു. മണ്ണ് കുഴച്ച് ജീവശാസ്ത്രം കൊടുത്ത് പുരുഷനെ സൃഷ്ടിച്ചു. സ്ത്രീയെ സൃഷ്ടിക്കാൻ നേരം ദൈവം ഒരു ഡോക്ടറായി സർജറി നടത്തി എല്ലെടുത്ത് അതിനകത്തുനിന്നാണ് ടിഷ്യൂ കൾച്ചർ നടത്തി സ്ത്രീയെ ഉണ്ടാക്കിയിരിക്കുന്നത്. സർജറി നടത്തി ടിഷ്യൂ കൾച്ചർ നടത്തിയാണ് സ്ത്രീ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഒരു ബെറ്റർ പ്രൊഫഷണൽ? ജീവനില്ലാത്ത മണ്ണ് കുഴച്ച് പ്രവർത്തിക്കുന്ന സ്കൾപ്റ്ററോ, ജീവനുള്ള ശരീരത്തിൽ സർജറി നടത്തി ടിഷ്യൂ കൾച്ചർ നടത്തി ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് നടത്തി ഉണ്ടാക്കിയ സ്ത്രീയോ? അവിടെ മാനേജ്മെൻറ്റ് സയൻസ് പറയുന്നു, സ്ത്രീ പുരുഷനേക്കാളും ബെറ്റർ സൃഷ്ടിയാണ്. പുരുഷനെ ഉണ്ടാക്കിയ ദൈവം ഒരു കുശനായനായിരുന്നു, സ്ത്രീയെ ഉണ്ടാക്കിയ ദൈവം ഒരു പ്രൊഫഷണൽ ഡോക്ടറാണ്, ഒരു ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷനേക്കാളും ശ്രേഷ്ഠമായ സൃഷ്ടി. ഇതാണ് വേദപുസ്തകം പറയുന്നത്. ഇനി വാരിയലിൽ നിന്ന് എന്തിനാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്? അതിനൊരു കാരണമാണ്. ഈ വാരിയലെടുത്ത് നമ്മൾ ബലം പ്രയോഗിച്ചാൽ വളഞ്ഞു തരും, കൈ വിട്ടാൽ അത് പൂർവസ്ഥയെ പ്രാപിക്കും. ശരീരത്തിൽ വേറെ ഏതെങ്കിലും എല്ലായിടത്ത് ബലം പ്രയോഗിച്ചാൽ ഗുണമെന്ന് ഒടിഞ്ഞൊരു കഷ്ണമായി പോകും. വാരിയലിന് മാത്രമേ ഉള്ളൂ ബലം പ്രയോഗിച്ചാൽ വളയാനും ബലം വിട്ടാൽ പൂർവസ്ഥയെ പ്രാപിക്കാനും പറ്റും. സ്ത്രീകൾക്ക് ഈ ഗുണം വേണം, എലാസ്റ്റിസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി. കല്യാണം കഴിച്ചൊരു വീട്ടിൽ പോകും, അമ്മായിമ്മയുടെ സമ്മർദ്ദം ഉണ്ടാവും, വളഞ്ഞു കൊടുക്കണം. നാത്തൂൻ്റെ സമ്മർദ്ദം ഉണ്ടാവും, വളഞ്ഞു കൊടുക്കണം. കുറേ കൊല്ലം കഴിഞ്ഞ് അമ്മായിമ്മ ചത്ത് മണ്ണിനടിയിൽ പോവും. നാത്തൂനെ കല്യാണം കഴിച്ച് അവൾ വേറെ വീട്ടിൽ പോകും. അപ്പം ജന്മസ്വഭാവം പുറത്തെടുത്തോണം. അവിടം വരെ വളഞ്ഞ് നിന്നാണ്. യുവത്തുങ്ങൾ രണ്ട് ശല്യം ഒഴിയുമ്പം പൂർവസ്ഥയെ പ്രാപിച്ചോണം. ഇത് വാരിയലിന് മാത്രം കഴിയുന്നൊരു പരിപാടിയാണ്. ബലം ഉണ്ടാവുമ്പം വളഞ്ഞു കൊടുക്കുകയും ബലം പോകുമ്പോൾ പൂർവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യാം. ഇങ്ങനെ വളയാത്ത ഏതെങ്കിലും സ്ത്രീ ഉണ്ടെങ്കിൽ അവളുടെ വിവാഹം അധികാലം നിൽക്കുകയില്ല. അവിടെ ചെന്ന് ബലം പ്രയോഗിക്കുന്നതൊക്കെ വല്ല രക്ഷയുണ്ടോ? അമ്മായിമ്മയ്ക്കും നാത്തൂനും ഭൂരിപക്ഷമുള്ള ഒരു വീട്ടിനകത്ത് കയറി നമ്മൾ ഒറ്റയ്ക്ക് ബലം പ്രയോഗിക്കാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. അപ്പം വാരിയല് പോലെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ വളഞ്ഞു കൊടുക്കാനും സമ്മർദ്ദം പോകുമ്പോൾ പൂർവസ്ഥയെ പ്രാപിക്കാനും സ്ത്രീക്ക് കഴിവുണ്ടാവണം. അതാണ് ദൈവവും വാരിയലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചത്. ഇനി ഡോക്ടർമാർ പറയുന്നൊരു കാരണമുണ്ട്. നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിച്ചാൽ ആ രോഗാണുവിനെ നേരിടുന്നത് വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയുന്ന സെൽ വ്യൂഹമാണ്. ഈ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിനെ ഉണ്ടാക്കുന്നത് വാരിയലിൻ്റെ മജ്ജയാണ്. വാരിയലിനകത്തുള്ള മജ്ജ മാരമാണ് ഈ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിനെ ഉണ്ടാക്കുന്നത്. എപ്പോൾ വാരിയലിൻ്റെ മജ്ജ ജോലി നിർത്തുന്ന അപ്പോൾ നമുക്ക് എയ്ഡ്സ് രോഗം വന്നോ ക്യാൻസർ രോഗം വന്നോ നമ്മൾ ചത്തുപോകും. അപ്പോൾ മനുഷ്യ ശരീരത്തെ ക്യാൻസറിൽ നിന്നും എയ്ഡ്സിൽ നിന്നും രക്ഷിച്ച് രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കി രക്ഷപ്പെടുത്തി നിർത്തുന്നത് വാരിയലും അതിൻ്റെ മജ്ജയാണ്. അതിൽ നിന്ന് എന്തിനാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്? വേദപുസ്തകം പറയുന്നു, ഒരു കുടുംബത്തിൽ ശൈഥില്യം ഒഴിവാക്കാനുള്ള ജോലി സ്ത്രീയുടേതാണ്. ഒരു കുടുംബത്തിൽ വരുന്ന രോഗമാണ് കുടുംബ ഛിദ്രം എന്ന് പറയുന്നത്. ആ ഛിദ്രം തടയാൻ കഴിയുന്ന ഒറ്റ ആളേ ഉള്ളൂ, ആ കുടുംബത്തിലെ സീനിയർ മോസ്റ്റ് വുമൺ. ആ സ്ത്രീ വിചാരിച്ചാൽ ഛിദ്രം ഒഴിവാകും. ആ സ്ത്രീ വിചാരിച്ചില്ലെങ്കിൽ കുടുംബം അടിച്ച് പിരിഞ്ഞ് 4 കഷ്ണമായി പോകും.
അടിച്ചു പിരിഞ്ഞ്. ലിയോ ടോൾസ്റ്റോയ് അന്നാ കരനീന എന്ന പ്രസിദ്ധമായ നോവൽ തുടങ്ങുകയാണ്. അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് വിശ്വസാഹിത്യത്തിലെ പ്രസിദ്ധമായൊരു വാചകമാണ്. ഓൾ ഹാപ്പി ഫാമിലീസ് ആർ അലൈക്ക്, ഓൾ അൺഹാപ്പി ഫാമിലീസ് ആർ ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്. ലോകത്തിലെ സന്തോഷമുള്ള കുടുംബമെല്ലാം ഒരു കോമ്പണൻ്റാണ്. അത് നീഗ്രോയുടെ ആണെങ്കിലും സായിപ്പിനെ ആണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും ചൈനക്കാരൻ്റെ ആണെങ്കിലും ഓൾ ഹാപ്പി ഫാമിലീസ് ആർ അലൈക്ക്. എല്ലാ സന്തോഷകരമായ കുടുംബത്തിനും ഒരേ കോമ്പസിഷനാണ് ലോകത്തിലെ ഏത് ഭാഗത്തും. ബട്ട് ഓൾ അൺഹാപ്പി ഫാമിലീസ് ആർ ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്. ലോകത്തിൽ ഏതെങ്കിലും ഒരു കുടുംബം അസന്തുഷ്ടമാണോ ആ കുടുംബത്തിന് മാത്രമുള്ള ഒരു കാരണമാണ് അതിനെ അസന്തുഷ്ടമാക്കുന്നത്. അന്നാ കരനീന മഹത്തായ നോവൽ അവസാനിക്കുകയാണ്. ലിയോ ടോൾസ്റ്റോയ് ഒന്നാമത് പറഞ്ഞ സെൻറ്റൻസിന് മറുപടി പറയുകയാണ്. ഓൾ ഹാപ്പി ഫാമിലീസ് ആർ ക്രിയേറ്റഡ് ബൈ ദ വുമൺ ഹു ലീഡ്സ് ദറ്റ് ഫാമിലി. സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാവണോ ആ കുടുംബത്തിലെ സീനിയർ മോസ്റ്റ് വുമൺ സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിലേ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. പുരുഷനെ കൊണ്ട് ഒരു കാര്യമില്ല. പുരുഷൻ കിടന്ന് വായൊക്കെ അലക്കും ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കും ഒക്കെ ചെയ്യും, പക്ഷേ അവൻ്റെ ഉള്ളിലെങ്ങും ഒരു കുന്തവും ഇല്ല. അവനെ കൊണ്ട് പക്ഷേ സ്ത്രീ ഉണ്ടല്ലോ ഉള്ളിലൊരു വിചാരം വിചാരിച്ച അവിടെ തന്നെ നിൽക്കും. വർഷം കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. ലിയോ ടോൾസ്റ്റോയുടെ ആ ചോദ്യവും ഉത്തരവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് വാരിയലിലും ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. ഇനി വാരിയലിന് ഭാഷാശാസ്ത്രപരമായൊരു അർത്ഥമുണ്ട്. വേദപുസ്തകത്തിൽ സ്ത്രീയെ പരാമർശിക്കുമ്പോൾ അതിന് ഭാഷാശാസ്ത്രപരമായൊരു അർത്ഥമാണ്. ഒരു സായിപ്പാണ് പ്രേമിക്കുന്നതെങ്കിൽ അവൻ പ്രേമലേഖനം തുടങ്ങും. യു ആർ മൈ ഹാർട്ട് എന്ന് പറഞ്ഞ് തുടങ്ങും. ഈ പ്രേമം വരുമ്പോൾ ഈ ഹൃദയം എങ്ങനെ അടിക്കും. അവിടെ സായിപ്പിൻ്റെ വിചാരം ഇവിടെയാണ് ഈ പ്രേമം ഇരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് അവൻ പ്രേമലേഖനം എഴുതുമ്പം എൻ്റെ ഹൃദയമേ എന്ന് പറഞ്ഞ് തുടങ്ങുള്ളൂ. മലയാളിയാണ് പ്രേമലേഖനം എഴുതുന്നതെങ്കിൽ എൻ്റെ കരളേ എന്ന് പറഞ്ഞ് തുടങ്ങും. ഒരു ഷേപ്പും ഇല്ലാത്ത കറുത്തിരുണ്ട ഒരു അവയവം, അതിനകത്ത് സ്നേഹം ഇരിക്കുന്നത് ഈ മലയാളിക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്ക് ഇതുവരെ ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല. വേറെ ഏത് അവയവമാണേലും പോട്ടെ, ഒരു ഷേപ്പും ഇല്ലാത്ത ഒരു കറുത്ത അവയവത്തിനകത്താണ് പ്രേമം ഇരിക്കുന്നതെന്ന് മലയാളിയുടെ സങ്കല്പം. പക്ഷേ യഹൂദന്മാരുടെ ഒരു സങ്കല്പമുണ്ട്, സ്നേഹം ഇരിക്കുന്നത് വാരിയലിലാണെന്നാണ്. ഒരു യഹൂദൻ പ്രേമിച്ചാൽ ഓ മൈ റിബ്സ് എന്ന് പറഞ്ഞ പ്രേമലേഖനം തുടങ്ങുള്ളൂ. യഹൂദൻ്റെ ഭാഷാശാസ്ത്രപരമായ ശാസ്ത്രത്തിൽ സ്നേഹം ഇരിക്കുന്നത് വാരിയലിലാണ്. ആ വാരിയലെടുത്ത് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത് ബോധപൂർവമാണ്. സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായ വാരിയലിൽ നിന്ന് സ്ത്രീ ഉണ്ടായി എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ വാരിയലെടുത്ത് അതിനകത്തുനിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചത്. ഇത് തിയോളജിയാണ്. പക്ഷേ ആ തിയോളജിയിൽ വളരെ രസമായി നമ്മൾ മനസ്സിലാക്കേണ്ട തിയോളജിയാണ്. ക്രിസ്ത്യൻ തിയോളജി ഗഹനമാണെങ്കിൽ അത് രസമായി മനസ്സിലാക്കേണ്ട. അങ്ങനെ ഒരു ആദാവും പ്രതീക്ഷയെ ജീവിച്ചുകൊണ്ടിരുന്നപ്പം സാത്താൻ വന്ന് പഴം പറിച്ച് കാണിച്ചു. മദാമ പഴം പറിച്ചങ്ങ് തിന്ന്. ഹവ്വ പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ആദാവും പറിച്ചങ്ങ് തിന്ന്. രണ്ടുപേരും പാപത്തിൽ വീണുപോയി. പർദീസയിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. അപ്പോൾ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയ ആരാണ്? കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് സ്ത്രീയാണ്. അങ്ങനെ ആദ്യ പാപത്തിൽ വീണത് കാരണം കർത്താവ് യേശുവിനെ ഭൂമിയിൽ അവതരിച്ച് കുരിശിൽ തൂങ്ങി മരിച്ച് നമ്മളെല്ലാം ആദ്യ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. അപ്പോൾ കുഴപ്പമുണ്ടാക്കിയ സ്ത്രീ. അച്ഛന്മാരെല്ലാം പുരുഷന്മാരായതുകൊണ്ട് ഈ കഥ പറയുന്ന സമയത്ത് ആട്ടിച്ചിരുത്തിയൊരു പ്രസംഗമാണ്. പള്ളിയിലെ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ തലകുണിച്ചിരിക്കും. വല്ല രക്ഷയുണ്ടോ? ഹവ്വയാണ് കുഴപ്പമുണ്ടാക്കിയെന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ. പക്ഷേ വേദപുസ്തകം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നതെന്നാണ് ക്രിസ്ത്യൻ തിയോളജി. ചൈനക്കാർ പറയുന്നൊരു ഫലിതമുണ്ട്. ചൈനക്കാർ പറയുന്നത് കുഴപ്പം പറ്റിയത് ഈ ആദാവിൻ്റെയും സായിപ്പും മദാമയെ സൃഷ്ടിച്ചാണ്. മദാമ്മമാർക്കെല്ലാം പഴം വലിയ ഇഷ്ടമാണ്. മദാമയെ പഴം എന്ന് പറഞ്ഞാൽ മദാമ പഴം മറിച്ചങ്ങ് തിന്ന്. ചൈനക്കാർ പറയുന്നത് ഹവ്വ ചൈനക്കാരി ആയിരുന്നെങ്കിൽ സാത്താൻ തുറക്കുന്നതിന് സാത്താൻ്റെ കൊങ്ങയ്ക്കൊരു പിടി പിടിച്ച് 5 കഷ്ണമാക്കി ഫ്രൈ ചെയ്തങ്ങ് തിന്നേനായിരുന്നു. ചൈനക്കാർക്ക് ഏറ്റവും ഇഷ്ടം പാമ്പിൻ്റെ ഇറച്ചിയാണ്. എന്നിട്ട് ഈ പഴം എടുത്ത് ഏറും കൊടുത്തേനാണ്. അതോടുകൂടി പാപം മാത്രമല്ല സാത്താൻ്റെ പ്രോബ്ലം കൂടെ സോൾവ് ചെയ്ത് കിട്ടിയെന്നാണ് ചൈനക്കാർ പറയുന്നത്. ഹവ്വ ചൈനക്കാരി ആയിരുന്നെങ്കിലേ അവൾ പഴം തിന്നതല്ല, അവൾക്ക് പാമ്പിൻ്റെ ഫ്രൈ ആണ് ഏറ്റവും ബെസ്റ്റ്. സാത്താനെ പിടിച്ച് ഫ്രൈ ആക്കി തിന്നിട്ട് പഴം എടുത്ത് ഏറ് കൊടുത്തേനെ. അതോടെ പസന്ത് തിന്നേനെ. ഒരിക്കൽ ഞാനൊരു സ്റ്റേജിൽ ഇത് പ്രസംഗിച്ചപ്പം തൊട്ട് പുറകാലെ പ്രസംഗിക്കുന്നത് മൊത്തമായാലും വലിയ മൊത്തത്തെ ക്രിസോസ് തിരുമേനിയായിരുന്നു. ക്രിസോസ് തിരുമേനിക്ക് നിമിഷങ്ങൾ കൊണ്ട് ഫലിതം ഉണ്ടാക്കാൻ കഴിയുന്ന തിരുമേനിയാണ്. തിരുമേനി പ്രസംഗം തുടങ്ങി. എൻ്റെ അലക്സാണ്ടറെ, എന്തിനാണ് ഈ ചൈനയിലൊക്കെ പോകുന്നത്? കോട്ടയം ജില്ലയിൽ അച്ചായനും കൊച്ചമ്മയായിട്ട് ഈ ഹവ്വായെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ, ആദാമിനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ പഴം ഉണ്ടാകുന്ന എല്ലാം ഓരോ മൂട് വെച്ച് വെട്ടിയിട്ട് റബ്ബർ വെച്ച് പിടിപ്പിച്ചാലാണ് ഏതും തോട്ടം മുഴുവൻ. അപ്പം നന്മയും തിന്മയുടെ വൃക്ഷത്തിൻ്റെ പഴം മാത്രമല്ല, ഒരു പഴവും ഏതും തോട്ടത്തിൽ ബാക്കി ഉണ്ടാവില്ല.
പിന്നെ നഗ്നനാണെന്ന് മനസ്സിലാക്കിയ വൃക്ഷത്തിൻ്റെ ശാഖ പറിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? 2 റബ്ബർ ഷീറ്റ് എടുത്ത് പൊതിഞ്ഞോണ്ടങ്ങ് പോയാൽ പോരെ എന്നാണ്. അപ്പോൾ ഈ ചൈനക്കാർ പറയുന്നതും ക്രിസ്തോസ്തിനുവേണ്ടി പറയുന്നതും ഒരു ക്രിസ്ത്യൻ തിയോളജിയുടെ 2 വശമാണ്. സ്ത്രീയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവളെ ചില പ്രത്യേക കഴിവുകൾ കൊടുത്താണ് സൃഷ്ടിച്ചത്. അത് നല്ല ഗുണമുണ്ട്, ചീത്ത ഗുണമുണ്ട്. അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് സ്ത്രീ ഇന്ന് കാണുന്ന മനുഷ്യരാശിയുടെ മാതാവായി മാറിയത്. ഇനി പാപത്തിൽ വീണപ്പോൾ പുരുഷനും സ്ത്രീക്ക് ഓരോ ശാപം കൊടുത്തു ദൈവം. ആ ശാപങ്ങൾ അനുഗ്രഹങ്ങളാണെന്നാണ് ചരിത്രവും ശാസ്ത്രവും പറയുന്നത്. പുരുഷനോട് പറഞ്ഞോ, നീ നെറ്റിയിലെ വേർപ്പ് കണം കൊണ്ട് ആഹാരം കഴിച്ചോളണം. ദൈവത്തിൻ്റെ ഓർഡറാണ്. ഭാര്യയുടെ സ്ത്രീധന പണം വാങ്ങിച്ചോണ്ടെന്ന് ജീവിച്ചോളാൻ പുരുഷനോട് പറഞ്ഞോ ദൈവം? ഇല്ല. ഭാര്യയുടെ കഴുത്തിലെ സ്വർണം പണയപ്പെടുത്തി പൈസ വാങ്ങിച്ചോളാൻ പറഞ്ഞോ ദൈവം? ഇല്ല. മര്യാദയ്ക്ക് ജോലിയെടുത്ത് സ്ത്രീയെ പോറ്റിക്കോണമെന്നാണ്. പണ്ടൊരു മലയാള സിനിമയുണ്ടായിരുന്നു, അതിനകത്തൊരു പാട്ടുണ്ടായിരുന്നു. അമ്മായിയപ്പന് പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം, അമ്മായിയപ്പന് പണമില്ലെങ്കിൽ സംബന്ധം അസംബന്ധം. യഹോവ ദൈവം അങ്ങനെയല്ല വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭാര്യയുടെ നിന്ന് ഒരു പൈസ വാങ്ങിക്കാൻ പാടില്ല, സ്ത്രീധനം വാങ്ങിക്കാൻ പാടില്ല. നീ അധ്വാനിച്ച് വേർപ്പുണ്ടാക്കി അവളെ പോറ്റിക്കോണം, ഭാര്യയും മക്കളെ. കായൻ കർഷകനായി, അവൻ വെയിലത്ത് നിന്ന് കളച്ച് അവൻ്റെ നെറ്റിയിൽ വേർപ്പണം ഉണ്ടായി, അവൻ മക്കളെ പോറ്റി. ആ വേലാട്ടിടയനായിരുന്നു. വിശാലമായ പുൽമേടിൽ അവൻ പശുവിനെ മേടിച്ചുകൊണ്ട് പോയി, സൂര്യപ്രകാശം നെറ്റിയിലേറ്റു, വേർത്തു, അവൻ മക്കളെ പോറ്റി. അധ്വാനിച്ച് മക്കളെ പോറ്റിക്കണമെന്ന് വേദപുസ്തകം കൃത്യമായി പുരുഷന് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അതിന് വിരുദ്ധമായി ഭാര്യ വീട്ടിൽ കുടിയേറി അവിടുന്ന് പൈസ ഉണ്ടാക്കി ഭാര്യയുടെ സ്വർണം വിറ്റ് ജീവിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവൻ്റെ അന്ധകാരം അവിടുന്ന് തുടങ്ങും. പക്ഷേ ദൈവം തിരിഞ്ഞ് സ്ത്രീയോടൊരു ഓർഡർ കൊടുത്തു. വേദപുസ്തകത്തിൽ ആദ്യമായി ദൈവം സ്ത്രീയോട് സംസാരിക്കുകയാണ്. കൃത്യമായ ഒരു ഓർഡറാണ്. നീ വേദനയോടുകൂടി പുത്രനെ പ്രസവിക്കുമെന്നാണ്. കാൾ സാഗൻ എന്ന വിശ്വപ്രസിദ്ധനായ ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറയുന്നു, ദൈവം ശപിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിച്ചതിനായിരുന്നു. നന്മയും തിന്മയുടെ വൃക്ഷം പറിച്ച് തിന്നാം, ദൈവം ശപിച്ചില്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചതിനായിരുന്നു. മൃഗങ്ങളുടെ തലച്ചോറിന് 3 ഭാഗം: സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇതിന് തുല്യ സൈസാണ് മൃഗങ്ങളുടെ തലച്ചോറ്. ആദാവിൻ്റെ അമ്മയുടെയും തലച്ചോറ് അങ്ങനെയായിരുന്നു. 200 ഗ്രാം സെറിബ്രം, 200 ഗ്രാം സെറിബെല്ല, 200 ഗ്രാം മെഡുല്ല ഒബ്ലോങ്കേറ്റ. പക്ഷേ നന്മയും തിന്മയും തിരിച്ചറിയണമെങ്കിൽ സെറിബ്രം മിനിമം 950 ഗ്രാം വേണം. ആദവും ഈ പഴം പറിച്ചങ്ങോട്ട് തിന്നപ്പം സെറിബ്രത്തിൻ്റെ സൈസ് 200 ഗ്രാമിലും 950 ഗ്രാമായി. സെറിബ്രം 950 ഗ്രാം ആയപ്പോൾ തലച്ചോറ് 1350 ഗ്രാമായി. തലച്ചോറ് 1350 ഗ്രാം ആയപ്പോൾ തലയോട്ടി വലുതായി, വലിയ തലയോട്ടിയായി. മൃഗങ്ങൾ പ്രസവിക്കുമ്പോൾ തല ചെറുതും ഉടൽ വലുതുമാണ്, സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റും. മനുഷ്യ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ഈ തല വലുത്, എല്ലുണ്ടാക്കിയ തലയാണ്. ഈ എല്ല് ഒതുങ്ങി കൊടുക്കാൻ പറ്റുമോ? ആ ബോണുള്ള ആ തല പുറത്ത് വരുന്ന പ്രോസസ്സിൽ, ബോഡി അതിനൊക്കെ ചെറുതാണ്, ഈ വലിയ തല പുറത്ത് വരുന്ന പ്രോസസ്സിൽ മനുഷ്യ സ്ത്രീകളുടെ പ്രസവം വേദനാജനകമായി മാറി. ദൈവം ശപിച്ചില്ലായിരുന്നുവെങ്കിലും അങ്ങനെ തന്നെ സംഭവിച്ചതിനായിരുന്നു എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്, കാൾ സാഗൻ പറയുന്നത്. അങ്ങനെ വലിയ തലയുള്ള സ്ത്രീ കുഞ്ഞുങ്ങളെ പ്രസവിച്ചുകൊണ്ടാണ് ഇന്ന് ശാസ്ത്രയുഗം ഉണ്ടായത്. ആകാശത്തിൽ വിമാനം പറപ്പിക്കാൻ പറ്റിയത്, പസഫിക് സമുദ്രത്തിലൂടെ കപ്പൽ ഓടിക്കാൻ പറ്റിയത്, ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാൻ പറ്റിയത് സ്ത്രീകൾ വേദനയോടുകൂടി പുത്രനെ പ്രസവിച്ചുകൊണ്ടാണ്, തലച്ചോറുള്ള കുട്ടികളെ പ്രസവിച്ചുകൊണ്ടാണ്. അപ്പോൾ അമ്മമാർക്ക് ദൈവം ഈ ഭൂമിയിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി വലിയ തലച്ചോറല്ല, നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റുന്ന കുട്ടികളെ പ്രസവിച്ച് ശാസ്ത്രയുഗം ഉണ്ടാക്കി ലോകത്തിൽ സിവിലൈസേഷൻ, സംസ്കാരം ഉണ്ടാക്കുന്ന ജോലി സ്ത്രീയെ ഏൽപ്പിച്ചു. എന്താ പുരുഷനെ ഏൽപ്പിക്കാൻ? അവനെ കൊണ്ട് പറ്റിയത് ആ പരിപാടി. അവൻ യുദ്ധം ചെയ്യും, അവൻ പണം കൊണ്ടുവരും, അവൻ കെട്ടിടം പണിയും. പക്ഷെ പിള്ളേരെ വളർത്തി ലോകത്തിന് മഹാന്മാരായ മക്കളെ ഉണ്ടാക്കാൻ അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ, അപ്പനെ കൊണ്ട് പറ്റിയല്ല. അതുകൊണ്ടാണ് ദൈവം സ്ത്രീക്ക് ഓർഡർ കൊടുത്തത്, നീ വേദനയോടുകൂടി പുത്രനെ പ്രസവിച്ച് മഹാന്മാരായ മക്കളെ കൊണ്ട് ഈ ലോകം ജയിച്ചടക്കണമെന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്തു. അപ്പോൾ സ്ത്രീയെ സൃഷ്ടിച്ച കഥയിൽ തന്നെ വേദപുസ്തകം വളരെ കൃത്യമായിട്ടാണ് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട മഹത്തായ തത്വങ്ങൾ പഠിപ്പിക്കുന്നത്. ഹവ്വ കഴിഞ്ഞാൽ പിന്നെ നോഹയുടെ ഭാര്യയുടെ പേര് പറയുന്നില്ല, പിന്നെ പേര് പറയുന്നത് അബ്രഹാമിൻ്റെ ഭാര്യയെ പറ്റിയാണ്. അബ്രഹാമിന് സാറായിൽ മക്കളുണ്ടാകുന്ന കഥ. 75 വയസ്സ് വരെ മക്കളില്ലായിരുന്നു.
75 വയസ്സായപ്പം ദൈവം അബ്രഹാമിനെ വിളിച്ചു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ പിതാവായി നിന്നെ ഞാൻ ഉയർത്താൻ പോവുകയാണ്. എന്താ കാര്യം? അതുവരെ എന്താ ദൈവം അവനെ വിളിക്കാഞ്ഞത്? അതിന് വേദപുസ്തകം പഠിക്കുന്ന അവൾ മനസ്സിലാക്കേണ്ട ന്യായമുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ നല്ല കുടുംബം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ പഴയ നിയമത്തിൽ അതിനൊരു ഇക്വേഷനുണ്ട്. ഭർത്താവ്, ഭാര്യ, ദൈവം, ഈ 3 ത്രികോണം കറക്റ്റ് ചേരണം എങ്കിലേ മഹത്തായ കുടുംബങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. അബ്രഹാം അന്നത്തെ വലിയ ധനാഢ്യനായിരുന്നു. ഇഷ്ടംപോലെ തൊഴിലാളികൾ, ആടുമാടുകൾ. അന്നത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ അബ്രഹാമിൻ്റെ ഭാര്യ. പക്ഷെ അവൻ്റെ മധ്യേ ദൈവം ഉണ്ടായിരുന്നില്ല. ദൈവം മധ്യേ ഇല്ലാത്തൊരു കുടുംബം, മഹത്തായ കുടുംബത്തെ സൃഷ്ടിക്കാൻ പറ്റിയല്ല. 75 വയസ്സായപ്പോൾ ദൈവം അവനെ വിളിച്ചു. ദൈവം എന്ന ഘടകവും കൂടി വീട്ടിലൊത്തുചേർന്നപ്പോൾ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീളത്ത മണൽത്തരികൾ പോലെയും എണ്ണത്തിൽ പെരുകും എന്ന് അബ്രഹാമിന് വാക്കുകൊടുത്തു. ദൈവം ആ കർമ്മപദ്ധതി നടപ്പാക്കുന്നത് ചരിത്രം വായിക്കുമ്പോൾ അമ്പരന്ന് പോവുകയാണ്. 75 വയസ്സിന് മക്കളില്ലാത്ത ഒരു മനുഷ്യനാണ്. അവന് ഹാജറ അല്ലെങ്കിൽ ഹാഗാറിൽ ഇഷ്മായിൽ എന്നൊരു പുത്രനുണ്ടായി. ഇഷ്മായിലിന് 12 ആൺമക്കളുണ്ടായി. ആ 12 ആൺമക്കളിലൂടെ 90 കോടി അറബികളുടെ പൂർവ്വപിതാവായി അബ്രഹാം മാറി. അവന് സാറായിൽ ഇസഹാക്ക് എന്നൊരു മകനുണ്ടായി. ആ ഇസഹാക്കിൻ്റെ മൂത്ത മകൻ ഏദോം അല്ലെങ്കിൽ ഏശാവിലൂടെ എദോമ്യർ എന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു ജനത, 5 കോടി ജനങ്ങളുടെ പൂർവ്വപിതാവായി അബ്രഹാം മാറി. രണ്ടാമത്തെ മകൻ യാക്കോബ്. യാക്കോബിന് 12 ആൺമക്കളുണ്ടായി. ആ 12 ആൺമക്കളിലൂടെ ഏതാണ്ട് 6 കോടിയോളം വരുന്ന യഹൂദന്മാരുടെ പൂർവ്വപിതാവായി അബ്രഹാം മാറി. അബ്രഹാമിന് പിന്നെ കോത്തൂറായിൽ മിദ്യാൻ എന്നൊരു പുത്രനുണ്ടായി. ആ മിദ്യാൻ്റെ മക്കളാണ് ലിബിയയിലും ഈജിപ്തിലും ജോർദാനിലും പാലസ്തീനിലും ഒക്കെ താമസിക്കുന്ന മിദ്യാന്യർ എന്ന് പറയുന്ന ഏതാണ്ട് 6 കോടിയോളം വരുന്ന ആളുകൾ. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതി പരമ്പര ഇന്ന് ലോകത്തിൽ 110 കോടിയുണ്ട്. ലോകത്തിന് ആകെ ജനസംഖ്യ 740 കോടിയുള്ളൂ. അതിൻ്റെ കറക്റ്റ് 1/7, 7 മനുഷ്യരിൽ ഒരു മനുഷ്യൻ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയാണ്. നമ്മൾ ആകാശത്ത് എണ്ണാൻ പോയ ഒരു 14 നക്ഷത്രത്തിൽ എണ്ണാൻ പറ്റിയില്ല. കടൽ തീരത്ത് മണൽത്തറി എണ്ണാൻ പോയാൽ 100 കോടി എണ്ണാൻ പറ്റുമോ ഒരു കടൽ തീരത്ത്? ലോകത്തിലെ എല്ലാ കടൽ തീരമല്ല, നമ്മൾ കാണുന്ന കടൽ തീരത്ത് എണ്ണി അത്രയും കാണത്തില്ല. ദൈവം വാക്ക് പാലിക്കുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തെ മണൽത്തറികളുടെ സന്തതി പരമ്പരയുടെ എണ്ണം വർദ്ധിപ്പിച്ചു. പക്ഷേ സ്ത്രീ കാണിച്ച കുഴപ്പം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 75-ാം വയസ്സിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു. 10-15 കൊല്ലം കാത്തിരുന്നു, മക്കളുണ്ടാവുന്നില്ല. സാറ പറഞ്ഞ് ദൈവത്തിന് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. ദൈവം വേറെ സ്ത്രീയിലെങ്ങാനും ആയിരിക്കും മക്കളുണ്ടാവാൻ ഉദ്ദേശിച്ചത്, ഞാനായിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നീ വേലക്കാരി എങ്ങ് പ്രാപിച്ചോളാൻ പറഞ്ഞു. ചില ഇറണം കെട്ട ഭാര്യമാരുണ്ട് ഇങ്ങനെ വേലക്കാരുടെ അടുത്ത് പൊക്കോളാൻ ഭർത്താവിനെ ഉപദേശിക്കുന്നവത്ത്, അല്ലെങ്കിൽ വേലക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞ് ഭർത്താവിൻ്റെ കുഴപ്പം ചൂണ്ടിക്കാണിച്ച കുഴപ്പമെന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുന്ന കുറേ ഭാര്യമാരുണ്ട്. അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളാണ് ഈ സ്ത്രീ. ദൈവം പറഞ്ഞ വാക്കിനെ സ്ത്രീ അവിശ്വസിക്കാമോ? അവിശ്വസിക്കാൻ പാടില്ല. നേരെ ചെന്ന് വേലക്കാരി കുഞ്ഞിനെ ഉണ്ടാക്കി, ഇഷ്മായിലിനെ ഉണ്ടാക്കി. സ്ത്രീകൾ ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ, തലയണ മന്ത്രം കൊടുക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത തലയണ മന്ത്രം എന്താണ്? കൃത്യമായി ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് വേദപുസ്തകത്തിൽ. ഭാര്യമാർ പറയാൻ പാടില്ലാത്ത തലയണ മന്ത്രങ്ങളുണ്ട്. ഇങ്ങനത്തെ തലയണ മന്ത്രം അബദ്ധം. ദൈവം അബ്രഹാമിനെ വിളിച്ചു. നീ നിൻ്റെ പട്ടണം വിട്ട്, നീ നിൻ്റെ വീട്ടുകാരെ വിട്ട്, സർവ്വത്തിനെ ഉപേക്ഷിച്ച് ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് നീ പോണം. അബ്രഹാം ഊർപട്ടണം വിട്ടു. ഊർപട്ടണം വിട്ട് അബ്രഹാം ഹരാനിലേക്ക് വരികയാണ്. ദൈവം അബ്രഹാമിനെ രക്ഷിച്ച് എത്ര അത്ഭുതമാണെന്നുള്ള ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അബ്രഹാം അവിടുന്ന് പോയി ഒരു 30 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കടൽക്കാറ്റടിച്ച് ഊർ പട്ടണത്തിൻ്റെ മുകളിൽ 150 അടി പൊക്കത്തിൽ മണൽ വന്ന് വീണു. ഊറിലുണ്ടായിരുന്ന സർവ്വരും മരിച്ചുപോയി. അബ്രഹാമിനെ അവിടുന്ന് ദൈവം രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ
അബ്രഹാമും കാണത്തില്ല, കുടുംബവും കാണത്തില്ല, ആരും കാണത്തില്ല. 1986 33 വർഷങ്ങൾക്ക് മുമ്പ് എതിർ ദിശയിലൊരു മണൽക്കാറ്റടിച്ചു. എന്നിട്ട് ഈ 120 അടിപ്പൊക്കത്തിൽ കിടന്ന മണലിലെ മുടി അവിടെ 150 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടിട്ടു. ഊർ പട്ടണം മരുഭൂമിയിൽ നേരെ പുറത്തു വന്നു. ഷാംനസർ ചക്രവർത്തി, അബ്രഹാം ജോലി ചെയ്യുന്ന ചക്രവർത്തിയുടെ ശവകുടീരം, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശവകുടീരം, ഈവൻ അബ്രഹാം താമസിച്ച വീട് വരെ പുറത്തു വന്നു 1986. ഊർ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ പുസ്തകമുണ്ട്, കംപ്ലീറ്റ് ഫോട്ടോ. എൻ്റെ കയ്യിലുണ്ട് ആ പുസ്തകം, കംപ്ലീറ്റ് ഫോട്ടോ ഉണ്ട്. അബ്രഹാമിനെ ദൈവം രക്ഷിച്ചത് എന്തിനാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഊർ പട്ടണം മണലിനടിയിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണ്. അബ്രഹാമിനെയും സന്തതി പരമ്പര, ഇപ്പോൾ ഈ 110 കോടി ജനമെന്ന് പറയുന്ന ഒറ്റ ഒരെണ്ണം ബാക്കി ഉണ്ടായില്ലായിരുന്നു അബ്രഹാമിനെ അവിടെ ദൈവം മാറ്റിയില്ലായിരുന്നെങ്കിൽ. അപ്പോൾ പട്ടണം വിട്ടു, കൂട്ടരെ വിടാൻ പറഞ്ഞു. അബ്രഹാമും ഭാര്യയും കൂടെ ആലോചിച്ചു, ചേടാ 75 വയസ്സ് കഴിഞ്ഞു, ഇഷ്ടംപോലെ സ്വത്തും ആടുമാടുകളുമുണ്ട്, സുന്ദരിയായ ഒരു ഭാര്യ, ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് സാധനമാണ് ഭാര്യ. സുന്ദരിയാണെങ്കിൽ അവൻ്റെ കഷ്ടകാലമാണ്. സുന്ദരിയായ ഒരു ഭാര്യ, അതിനെയും കൊണ്ട് വല്ല സ്ഥലത്തും പോവുകയാണ്, ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത്, ബന്ധവുമില്ല സ്വന്തവുമില്ല. ഏതെങ്കിലും ഒരുത്തനെയെങ്കിലും കൈ വേണ്ടേ? ചേട്ടൻ്റെ മോനെ കൂടെ കൊണ്ടുവന്നു, ലോത്തിനെ. ദൈവം പറഞ്ഞതിന് വിരുദ്ധം. ഭാര്യ സാറായും കൂടെ കൂട്ടുവെന്നാണ്. എന്നെപ്പോലൊരു സുന്ദരിയും കൊണ്ട് നീ ഇങ്ങനെ പോയാൽ കുഴപ്പമില്ലടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചു ലോത്തിനെ കൊണ്ടുവന്നു. അവസാനം എന്ത് പറ്റി? അബ്രഹാമിനെ സഹായിക്കാൻ കൊണ്ടുവന്ന് ലോത്തിനെ അമാലേക്കൈറ്റ്സ് പിടിച്ചുകൊണ്ടുപോയി. ആ ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി അബ്രഹാം അവസാനം 400 പേരെയും കൂടെ പോയി അമാലേക്കൈറ്റ്സിനെ തോൽപ്പിച്ചിട്ട് ലോത്തിനെയും ഭാര്യയും രക്ഷിച്ചുകൊണ്ട് വന്നു. തന്നെ രക്ഷിക്കാൻ വേണ്ടി അബ്രഹാം ആരെ കൂടെ കൂട്ടിയോ അവനെ രക്ഷിക്കാൻ ഈ കിളവൻ മെനക്കെടേണ്ടി വന്ന അവസാനം. ഇതാണ് ദൈവത്തിൻ്റെ ചിന്തയ്ക്കെതിരെ പ്രവർത്തിച്ച മനുഷ്യന് കിടന്ന ശിക്ഷ. ആ കുഴപ്പത്തിലും സാറായി ഭാഗവാക്കായിരുന്നു. തലയണ മന്ത്രം പറയുമ്പം ഭർത്താവിനെ തെറ്റായ രീതിയിൽ ഉപദേശിക്കരുത്. പ്രാർത്ഥനയിൽ ദൈവം തെളിയിച്ചു തരുന്ന ചിന്തയ്ക്കെതിരെ ഭർത്താവിനെ ഉപദേശിക്കരുത്. ഭാര്യമാർ തലയണ മന്ത്രം പറഞ്ഞു കൊടുക്കരുത്. ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ശരിയായ പാഠമാണ്. സാറായി സത്യം പറയേണ്ടത് എങ്ങനെയാണ് അവിടെയും നമ്മളെ കാര്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അബ്രഹാം പാലസ്തീനിലെത്തി. പാലും തേനും ഒഴുകുന്ന ഭൂപ്രദേശമാണെന്ന് എബ്രഹാമിനെ വിളിച്ചുകൊണ്ട് വന്നാണ്. അബ്രഹാം നോക്കിയപ്പോൾ നെഗവ് ഡെസർട്ട്, അവിടെ എങ്ങും പാലും ഇല്ല, തേനും ഇല്ല, ഒരു കുന്തവും ഇല്ല. പക്ഷേ തെക്കോട്ട് നോക്കിയപ്പോൾ ഈജിപ്റ്റ് സമ്പൽ സമൃദ്ധമായ ഭൂമിയാണ്. അബ്രഹാമും സാറായും കൂടെ ആലോചിച്ചു, ദൈവത്തിന് എന്തോ അബദ്ധം പറ്റി. ഒരബദ്ധം പറ്റി, രണ്ടബദ്ധം പറ്റി, മൂന്നാമത്തെ അബദ്ധമായി പറയുന്ന. ദൈവം ഈജിപ്റ്റ് ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്, പാലസ്തീൻ ആയിരിക്കാൻ ഒരു വഴിയില്ല. പൊക്കളെ അബ്രഹാമും സാറായും കൂടെ സീനായി മരുഭൂമി ക്രോസ് ചെയ്ത് നേരെ ഈജിപ്തിൽ ചെന്നു. ഈജിപ്ത് ചെന്നപ്പോഴേ ഭാര്യയുടെ സൗന്ദര്യം കണ്ടപ്പോൾ പല ആളുകൾക്ക് ആകർഷണമായി. അബ്രഹാം ഭാര്യയോട് പറഞ്ഞു, ആരോട് നിന്നോട് ചോദിച്ചാലുണ്ടല്ലോ നീ എൻ്റെ സഹോദരിയാണെന്ന് പറയാവൂ, ഭാര്യയാണെന്ന് പറയരുത്. രണ്ടും സത്യമാണ്. അബ്രഹാമിൻ്റെ സഹോദരിയാണ് സാറായി. അബ്രഹാമിൻ്റെ അപ്പൻ തേറഹിന് വേറൊരു ഭാര്യയിലുണ്ടായ മകളാണ് സാറ. അപ്പോൾ ഒരേ അപ്പൻ്റെ മക്കളാ. സഹോദരിയാണ്, ഭാര്യയാണ്. അപ്പോൾ ഏത് സത്യം പറയണം എന്നുള്ളതാണല്ലോ ചോദ്യം. പെണ്ണുമുള്ള ഭർത്താവും കൂടി ആലോചിച്ചിട്ടൊരു ഉഗ്രൻ സൊല്യൂഷൻ. പെങ്ങളാണെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഫറവോയുടെ സൈന്യം വന്നപ്പം പെങ്ങളാണെന്ന് പറഞ്ഞു കൊടുത്തു. പിടിച്ചോണ്ടങ്ങ് പോയി ഫറവോ രാജാവ്. രാത്രി ഫറവോ രാജാവിന് അന്ധത വന്നത് കാരണം സാറായി രക്ഷപ്പെട്ടു. പിന്നെ അയാൾ മര്യാദക്കാരനായിട്ട് മാപ്പൊക്കെ ചോദിച്ച് തിരിച്ചു വിട്ടു. അബ്രഹാം പോയത് പ്രസിദ്ധനായ ഒരു ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിലോട്ടാണ്. പോസിനോസ് എന്നായിരുന്നു ഫറവോ രാജാവിൻ്റെ പേര്. ബാറബ്രായും ഫ്ലൈബിയസ് ജോസഫസും കറക്റ്റായിട്ട് ഫറവോയുടെ പേര് പറയുന്നുണ്ട്, പോസിനോസ്. ഹിസ്കോസിൻ്റെ ഭരണം കൊണ്ടുവന്ന ആദ്യത്തെ ഫറവോ രാജാവാണ് ഈ പോസിനോസ്. അയാൾ വളരെ മര്യാദക്കാരനാണ്. അതുകൊണ്ട് ഭാര്യയെ തിരിച്ചു കിട്ടി. ഇല്ലെങ്കിലോ ഭാര്യയെ തിരിച്ചു കിട്ടുക. എന്നാൽ ഹിസ്കോസിലെ ഫറവോമാർക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. അവർ മറ്റൊരാളുടെ ഭാര്യയെ അപഹരിക്കില്ലായിരുന്നു. കന്യകളായ സ്ത്രീകളെ മാത്രമേ ഹിസ്കോസ് ഭരണാധികാരികൾ ഏറ്റെടുത്തിരുന്നുള്ളൂ, ഹരത്തിൽ കൊണ്ടുപോയിരുന്നുള്ളൂ. സാറായി ഭാര്യയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ യാതൊരു അറ്റാക്കും ഉണ്ടാവില്ലായിരുന്നു. ഷീ വുഡ് ഹാവ് ബീൻ പ്രൊട്ടക്റ്റഡ്. ഹിസ്കോസിലെ ഫറവോമാരുടെ രീതി അനുസരിച്ച് പെങ്ങളാണെന്ന് പറയാൻ പോയതിൻ്റെ കുഴപ്പം ആകെ ഉണ്ടായത്. പെങ്ങളാണെന്ന് പറയാൻ പോയത്. അപ്പോൾ അർത്ഥസത്യങ്ങളുള്ളപ്പോൾ ഏത് സത്യം പറയണം? ഭർത്താവും ഭാര്യയിരുന്ന് ആലോചിക്കുമ്പോൾ ഭർത്താവിനെ വഴിതിരിച്ച് കളയരുത്. തലയണ മന്ത്രത്തിൻ്റെ അപകടം
അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ കാര്യമാണ്. അബ്രഹാം കഴിഞ്ഞ് ഇസാക്കിൻ്റെ ഭാര്യ റെബേക്ക, കസിൻ സിസ്റ്ററാണ്. വേദപുസ്തകത്തിൽ റെബേക്ക വലിയൊരു മോഡലാണ്. റെബേക്ക വളരെ ഭംഗിയായിട്ട് ഒരു കാര്യം ഉപദേശിക്കുന്നുണ്ട്. വയസ്സുകാലത്ത് റെബേക്കയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു നേഴ്സിനെ കൊണ്ടുവന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു നേഴ്സിനെ പേര് വെച്ച് വിളിക്കുന്നത് ഈ നേഴ്സാണ്. ഡെബോറ എന്നാണ് ആ സ്ത്രീയുടെ പേര്. ലോക ചരിത്രത്തിൽ ആദ്യത്തെ പേര് വെച്ച് വിളിക്കുന്ന നേഴ്സ്. ആ നേഴ്സിനെ കൊണ്ടുവന്നിട്ട് റെബേക്ക മക്കൾക്കൊരു ഓർഡർ കൊടുത്തു. ആ ഓർഡറിൽ കൃത്യമായി റെബേക്ക പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കല്ലറ എത്ര പൊക്കത്തിൽ പണിയുന്നുവോ അത്രയും പൊക്കത്തിൽ എൻ്റെ നേഴ്സിൻ്റെ കല്ലറയും പണിയണം. സ്റ്റാറ്റസ് ഓഫ് എ നേഴ്സ് കൃത്യമായി ഡിഫൈൻ ചെയ്യുന്ന അവിടെയാണ്. ഇസാക്ക് എൻ്റെ മക്കളത് പാലിച്ചു. റെബേക്ക മരിച്ച് ആ കല്ലറ എത്ര പൊക്കത്തിൽ പൊക്കിയോ അത്രയും പൊക്കത്തിൽ ഒരു കല്ലറ, നേഴ്സിൻ്റെ കല്ലറയും പണിഞ്ഞു. ആ കല്ലറ ഇസ്രായേൽ കണ്ടെടുത്തു 6 വർഷം മുമ്പ്. 2013 റെബേക്ക അടക്കപ്പെട്ട സ്ഥലത്ത് ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് നടത്തിയപ്പോൾ സ്ത്രീകളുടെ പേരുള്ള 2 കല്ലറകൾ, രണ്ടിനും ഒരേ ഹൈറ്റ്. അപ്പോൾ വേദപുസ്തകം വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ഇത് റെബേക്കയുടെ കല്ലറയും നേഴ്സിൻ്റെ കല്ലറയാണ്. ആദ്യത്തെ കല്ലറയുടെ അടിയിൽ യജമാനത്തി എന്ന അർത്ഥം വരുന്നൊരു വാക്കും രണ്ടാമത്തെ കല്ലറയുടെ അടിയിൽ ദാസി എന്നർത്ഥം വരുന്ന വാക്കും കുത്തിവെച്ചിരുന്നു. ഈക്വൽ ഹൈറ്റ്. അപ്പോഴാണ് ഇസ്രായേലിലെ ആർക്കിയോളജിസ്റ്റുകൾക്ക് മനസ്സിലായത് ഇത് റെബേക്കയുടെയും നേഴ്സിൻ്റെയും കല്ലറയാണ്. ഇതൊരു കറക്റ്റ് മോഡലാണ്. വീട്ടിൽ വരുന്ന ജോലിക്കാരെ സന്തോഷമായിട്ട് മാന്യമായിട്ട് പെരുമാറണം. ചില വീട്ടിൽ ഇറച്ചിക്ക് 3 സൈസാണ്. ഭർത്താവിന് കൊടുക്കുന്ന കഷ്ണം ഒരു സൈസ്, മക്കൾക്ക് കൊടുക്കുന്ന കഷ്ണം വേറൊരു സൈസ്, സ്ത്രീകൾക്ക് കൊടുക്കുന്ന കഷ്ണം വേറൊരു സൈസ്, ജോലിക്കാർ കൊടുക്കുന്ന കഷ്ണം വേറൊരു സൈസ്. 4 സൈസിൽ ഇറച്ചി വെട്ടരുത് കറി വെക്കാൻ. കൃത്യമായി റെബേക്ക സ്ത്രീകളെ പഠിപ്പിക്കുക. നമുക്ക് ദാസികളായി വരുന്നവരെ മാന്യമായി കരുതണം. എന്നാൽ ഈ റെബേക്ക ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയും കാണിക്കാൻ പാടില്ലാത്തൊരു പണി കാണിച്ചു. മക്കൾക്ക് അനുഗ്രഹം കൊടുക്കണം. മൂത്ത മോനോട് അങ്ങനെ അവർക്ക് വലിയ കാര്യമില്ല, ഇളയ മോനോടാണ് സ്നേഹം. ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും അങ്ങനെയാണ്. അവസാനമായി ഗർഭപാത്രം തുറന്നു പോകുന്ന കുട്ടി, ആണായാലും പെണ്ണായാലും കൊള്ളാം, ലോകത്തിലെ എല്ലാ സ്ത്രീയുടെയും ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹമുള്ള സാധനം ഏറ്റവും അവസാനം ഗർഭപാത്രം തുറന്നു പോയ കുട്ടിയാണ്. റെബേക്ക ഇത് തന്നെ കാണിച്ചു. ഏശാവിനോട് തന്ത പറഞ്ഞു, നീ പോയി ഇച്ചിരി മൃഗത്തെ പിടിച്ചോണ്ടാ, ഇഷ്ടമുള്ള മൃഗത്തെ പിടിച്ചോണ്ട് കറി വെച്ചതാ, നിന്നെ എനിക്കൊന്ന് അനുഗ്രഹിക്കണം. അന്ധനായ ഭർത്താവാണ്. ആ വാക്കുകൾ കേട്ട റെബേക്ക ഇളയ മോനോട് പറഞ്ഞു, നീ പെട്ടെന്ന് പോയി ഇത് കൊണ്ടുപോകാ, നീ ഒരു ആടിനെ കൊന്ന് അതിൻ്റെ തോല് പുറത്തിട്ടേക്കണം. ഏശാവിന് നല്ലൊരു രോമമാണ്, ഇളയവന് രോമമൊന്നും ശരിയല്ല. അപ്പം തപ്പി നോക്കും, അന്ധനാണെ അപ്പം തപ്പി നോക്കും, അപ്പം നിൻ്റെ ശരീരത്തിൽ രോമം വേണം, മുണ്ട് ആടിൻ്റെ തോലൊക്കെ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ആടിൻ്റെ തോലിട്ട ചെന്നായി എന്ന് ഫ്രൈസ് ഇംഗ്ലീഷ് ഭാഷ മലയാളത്തിലൊക്കെ വന്ന അവിടുന്നാണ്. അപ്പോൾ ഏശാവ് അപ്പൻ 2 തവണ പറഞ്ഞു, ഇടോ നിൻ്റെ ശബ്ദത്തിനൊരു ദൃഢത പോരാല്ലോ, ഒരു ഉറപ്പ് പോരാല്ലോ, ചേട്ടന് ശബ്ദത്തിന് ഒരു ഉറപ്പുണ്ടല്ലോ. 2 തവണ അന്ധനായ ഭർത്താവ് സംശയിച്ചു. അപ്പോഴീ ഭാര്യ ചിരിച്ചോണ്ട് അവിടെ നിന്ന് ചതിച്ച് ജ്യേഷ്ഠാവകാശം ഇളയ മകന് വാങ്ങിച്ചു കൊടുത്തു. അപ്പൻ സ്വത്ത് വീതിക്കും, നിങ്ങൾക്ക് അപ്പനെ സ്വാധീനിക്കാം, ചേട്ടന് കൊടുക്കണോ എന്നെ കൊടുക്കണമെങ്കിൽ സ്വാധീനിക്കാം. പക്ഷെ ഒരു മകനോട് പക്ഷപാതം കാണിക്കുകയും അപ്പൻ സ്വത്ത് വീതിക്കുമ്പോൾ ഒരു മകന് അളവിൽ കൂടുതൽ കൊടുക്കാൻ ഒരു ഭാര്യയും ഭർത്താവിനെ ഉപദേശിക്കരുത്. ട്രാജഡി നമ്പർ 1 സംഭവിക്കും. എന്തുപറ്റി? ഏശാവ് പിണങ്ങി. ഏശാവ് എതുക സ്ത്രീകളെ കല്യാണം കഴിച്ചില്ല. അവൻ പോയി 2 ഹിറ്റൈറ്റ് സ്ത്രീകളെ കല്യാണം കഴിച്ച്, പുറജാതിക്കാരെ 2 സ്ത്രീകളെ കല്യാണം കഴിച്ചു. ആ 2 സ്ത്രീകൾ ജനിച്ച കുട്ടികൾ യഹൂദന്മാരുടെ വംശപരമ്പരയെ പോലും സ്വീകരിക്കാത്ത കുട്ടികളായി മാറി. അവസാനം യാക്കോബ് തിരിച്ചു വന്ന് മുട്ടുകുത്തി ക്ഷമ ചോദിച്ചപ്പം എൽഡർ 1 ഈസ് ഓൾവേസ് എൽഡർ, മൂത്ത മക്കൾ എപ്പോഴും ഇളയ കുട്ടികളോട് ക്ഷമിക്കുന്നവരാണ്. അതുകൊണ്ട് ഏശാവ് പറഞ്ഞു, പോട്ടറാ യാക്കോവയെ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനാണെങ്കിലോ യാക്കോവിൻ്റെ തല ബാക്കിയാണോ? ഏശാവിൻ്റെ പകുതി ശരീരമുള്ളൂ യാക്കോവിന്. ഏശാവ് വാസ് വെരി സ്ട്രോങ്. അവിടുത്തെ നാട്ടുകാർ, ഏശാവിൻ്റെ ഭാര്യയുടെ നാട്ടുകാരാണ് നാട്ടിലുള്ള ആളുകൾ മുഴുവൻ.
യാക്കോബ് യഹൂദനാണ്, ഫോറിനറാണ്. വംശം ബാക്കിയുണ്ടാവുമായിരുന്നോ? ഇല്ല. വേദപുസ്തകം സ്ത്രീകളോട് പറയുന്നു, ഒരമ്മയും മക്കൾ തമ്മിൽ വേറുകൃത്യത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ല. വളരെ ഭംഗിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജോസഫിൻ്റെ കാലം വരുമ്പം നേരത്തെ പറഞ്ഞ സ്ത്രീ അസീനത്ത് രംഗപ്രവേശം ചെയ്യാം. മക്കളുണ്ടായി. ജോസഫിൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ അച്ഛൻ പോത്തിഫറിന് ആൺമക്കളില്ല, ഈജിപ്തിലെ മാന്ത്രിക പുരോഹിത പരമ്പരയാണ് ഞങ്ങൾ. ഓൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഈജിപ്ഷ്യൻ ഗോഡിൻ്റെ പുരോഹിതനായിരുന്നു ഈ പോത്തിഫർ. ഓനിൻ്റെ ക്ഷേത്രം ഇപ്പോഴും സർവൈവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും കാണാം. ഈ ജോസഫിൻ്റെ ആൾക്കാർ സർവ് ചെയ്തിരുന്ന ക്ഷേത്രം കണ്ടെത്തിയിട്ടുണ്ട് ഈജിപ്തിൽ. ആ ക്ഷേത്രത്തിലെ പൂജാരിയാണ് എൻ്റെ അപ്പൻ. എൻ്റെ അപ്പൻ ആൺമക്കളില്ല. അതുകൊണ്ട് ജനിക്കുന്ന കുട്ടിയിൽ മൂത്തവനെ ഈജിപ്തുകാരനായി വളർത്തണം. ജോസഫ് സമ്മതിച്ചു, വളർത്തിക്കൊള്ളാൻ പറഞ്ഞു. രണ്ടാമത്തെ മോൻ ജനിച്ചു. അവനെ യഹൂദനാക്കി വളർത്തി, അപ്പൻ്റെ സിസ്റ്റത്തിൽ വളർത്തി. യാക്കോബിൻ്റെ അടുത്ത് കൊച്ചുമക്കളെ ബ്ലസ് ചെയ്യാൻ വേണ്ടി ജോസഫ് കൊണ്ടുവന്നു. യാക്കോബ് ഇത് പണി എന്നറിയാം, 2 കൈ ഇങ്ങോട്ട് നീട്ടി, എന്നിട്ട് കൈ നേരെ ക്രോസ് ചെയ്ത് ഇളയ മോൻ്റെ തലയിലോട്ട് വെച്ചു കൊടുത്ത അനുഗ്രഹം, ഇങ്ങോട്ട് വെച്ചു കൊടുത്ത അനുഗ്രഹം. കാര്യം എന്താ? മൂത്തവൻ ഈജിപ്തുകാരൻ, അവനെ അനുഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവനാണ് യഹൂദൻ, അപ്പോൾ ഇവനെ അനുഗ്രഹിച്ചാലാ ഇങ്ങോട്ട് വെച്ച് ബ്ലസ് ചെയ്ത് കൊടുത്തു. എന്തു പറ്റി? വേദപുസ്തകത്തിൽ ആ 2 മക്കൾ 2 അർത്ഥഗോത്രങ്ങളായി മാറി. പ്രവാസകാലത്തെ 2 അർത്ഥഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു. 15,000 എണ്ണം ചത്തു. 15,000 പേര്. കനാൻ ദേശത്തേക്കുള്ള യാത്രാമധ്യേ അടിയുണ്ടായിട്ട്, അർത്ഥഗോത്രങ്ങളുടെ അടിയുണ്ടായി 15,000 പേരുടെ കൊലയിൽ അവസാനിച്ചു. ഭാര്യമാർ ഭർത്താക്കന്മാരെ ഉപദേശിക്കുമ്പം മക്കളെ വിശ്വാസത്തിൽ വളർത്താൻ ഭർത്താവിനോട് പ്രേരിപ്പിക്കണം. കുട്ടികളെ സൺഡേ സ്കൂളിൽ വിടണം. അല്ലാതെ അവൻ പഠിക്കാൻ നല്ല മിടുക്കനാ, അവൻ ട്യൂഷന് പോട്ടെ, അവനെ സൺഡേ സ്കൂളിൽ വിടണ്ട, അവൻ വിശ്വാസത്തിൽ വളരണ്ട. ഒരൊറ്റ അമ്മ ഇങ്ങനെ വേല വെച്ച് കൊടുത്തുകളായിരുന്നു. ആ കുട്ടി പഠിക്കാൻ മിടുക്കനാണെങ്കിൽ അവൻ ശരിക്ക് പഠിച്ച് കയറണമെങ്കിൽ ആ ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും കൂടി പഠിക്കണം. എനിക്ക് സൺഡേ സ്കൂളിനെ പറ്റി വലിയ ഓർമ്മ. SLC പരീക്ഷയുടെ തലേ ദിവസം സൺഡേ സ്കൂളിന് പോകുന്ന സമയമായിട്ടും ഞാൻ പോകുന്നില്ല. സൺഡേ സ്കൂളിന് പോകാതിരുന്നാലോ എന്ന് എനിക്കൊരാലോചന. എൻ്റെ അപ്പനും കാര്യം മനസ്സിലായി. അപ്പം പറഞ്ഞോ, നീ സൺഡേ സ്കൂളിന് പോകുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നാളെ SLC പരീക്ഷയാണ്. എൻ്റെ അപ്പൻ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. SLC പരീക്ഷ നടത്തുന്ന നാളെ എൻ്റെ അപ്പൻ. അപ്പം പറഞ്ഞ്, അതെനിക്കറിയാം, നീ സൺഡേ സ്കൂളിന് പോയിട്ട് വന്നിട്ട് ബാക്കി കിട്ടുന്ന മാർക്ക് മതി എനിക്ക് SSLCക്ക് എന്ന് പറഞ്ഞു. ഞാൻ സൺഡേ സ്കൂളിൽ പോയി. എൻ്റെ കൂടെ SLC എഴുതുന്ന ഒരൊറ്റ എണ്ണം ഒന്നും സൺഡേ സ്കൂളിൽ വന്നിട്ടില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ സൺഡേ സ്കൂളിന് പോയിട്ട് വന്നിട്ട് SLC പരീക്ഷയ്ക്ക് ഞാൻ സ്കോർ ചെയ്തതിൻ്റെ അത്രയും മാർക്ക് സൺഡേ സ്കൂളിന് പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച ഒരുത്തിനും എൻ്റെ തുമ്പോൺ ദേശത്ത് കിട്ടിയില്ല. അപ്പോൾ സൺഡേ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ബാക്കി മാർക്ക് മതി SLC പരീക്ഷയ്ക്കെന്ന് നിർബന്ധിച്ച ഒരച്ഛൻ്റെ മോനാണ് ഞാൻ. ചില അമ്മമാരിങ്ങനെയാണ്, മക്കളെ വിശ്വാസത്തിൽ വളർത്തുകയില്ല. അവരുടെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കും, വിശ്വാസത്തിൽ വളർത്തില്ല. അസീനത്ത് മൂത്ത മോനെ അങ്ങനെ വളർത്തിയത് കൂട്ടക്കൊലയിൽ കലാശിച്ചു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. കൂട്ടക്കൊലയിൽ അർത്ഥഗോത്രങ്ങളായി അവർ തിരിഞ്ഞു. ഒരു ഗോത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല, അവർക്ക് വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റിയില്ല. സർവവും വിനാശകരമായൊരു സംഭവം. അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം ഏതാണ്? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 4 വയസ്സ് മുതൽ 6 വയസ്സുള്ളൊരു കാലഘട്ടത്തിലാണ് ഈശ്വരൻ പ്രാർത്ഥന എന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവുക. ഈശ്വരൻ പ്രാർത്ഥന എന്നൊക്കെയുള്ള മനസ്സിലാവുന്ന നമ്മുടെ തലച്ചോറിൻ്റെ സെർബെല്ലത്തിൻ്റെ ഭാഗമായ പാരറ്റോ സെർബെല്ലം എന്ന പ്രദേശമാണ് തലച്ചോറിൽ ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഗ്രഹിക്കാൻ പഠിപ്പിക്കുന്ന ഭാഗം. ഈ ഭാഗം 4 വയസ്സ് വരെ തലച്ചോറിൽ വളരത്തില്ല. 4 വയസ്സാവുമ്പോൾ പതുക്കെ സെർബെല്ലത്തിൻ്റെ റൈറ്റ് സൈഡ് പാരറ്റോ സെർബെല്ലം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. ഈ പാരറ്റോ സെർബെല്ലം ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഈശ്വരൻ ആരാണ്, പ്രാർത്ഥിക്കുന്ന എന്താണ് എന്ന് തലച്ചോറിന് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഈ 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളെ ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയിൽ നമ്മൾ വളർത്തിയാൽ മരണം വരെ അവൻ്റെ തലച്ചോറിൽ നിന്ന് വിശ്വാസം പോവുകയില്ല. മരണം വരെ ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും.
4 വയസ്സിൽ പാരട്ടോ സെറിബെല്ലം വളരുമ്പോൾ വിശ്വാസത്തിൽ വളർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, എങ്കിലേ വിശ്വാസം നിൽക്കുള്ളൂ. അതിന് മുമ്പ് പറഞ്ഞിട്ടും കാര്യമില്ല, അത് കഴിഞ്ഞ് ലേറ്റായി കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. പാരട്ടോ സെറിബെല്ലം ഡെവലപ്പ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈശ്വര വിശ്വാസം പ്രാർത്ഥനയെ ഉറപ്പിച്ചിരിക്കണം. എനിക്ക് 4 വയസ്സാകുമ്പോൾ പള്ളിയിൽ പോകും. അച്ഛന് കാസായും പിലാസായും കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ എൻ്റെ വല്യപ്പച്ചൻ എന്നെ എടുത്തങ്ങ് പൊക്കും, ഒരു 5 അടി പൊക്കത്തിൽ. ഞാൻ ആ കാസായം പിലസായുടെ ഏകദേശ ലെവലിലായിരിക്കും. അന്ന് ആ അച്ഛൻ കാസായം പിലസായും വിശുദ്ധ കുർബാനയായിട്ട് തിരിയുന്നത് കണ്ട് ഹൃദയത്തിൽ ഉറച്ച ആ സംഭവം. ഈ പ്രായത്തിൽ പോലും അച്ഛൻ വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് കാസായം പിലസായം കൊണ്ട് തിരിഞ്ഞു വരുമ്പോൾ എൻ്റെ കൈ ചെറുതായിട്ട് വിറയ്ക്കും. കാരണം ആ ഭക്തി നിർഭരത 4 വയസ്സിൽ തലച്ചോറിൽ ഉറച്ചതാണ്. അതുകൊണ്ടാണ് ഈ കാസായം പിലസായും അച്ഛൻ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കൈ അറിയാതെ പറിച്ചു പോകുന്നത്. ആ ഭക്തി പാരവശ്യം നമ്മുടെ ശരീരത്തെ ബാധിക്കുകയാണ്. അപ്പോൾ അസീനത്ത് കാണിച്ച പണി കാണിക്കരുത്. 4 വയസ്സാകുമ്പോൾ കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തണം. അവിടെ തൊട്ട് തുടങ്ങണം. മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമെന്ന് ഭർത്താവിനോടും പറഞ്ഞ് വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്തണം. അല്ലാതെ കുടുംബ പ്രാർത്ഥന സമയമാകുമ്പോൾ അമ്മ അടുക്കളയിൽ കിടന്ന് ഭയങ്കര പണി, പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, പിന്നെ കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അമ്മയാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, അപ്പനല്ല. അത് അസീനത്തിൻ്റെ കഥയിലൂടെ വേദപുസ്തകം നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ കാലത്ത് വളരെ പ്രസിദ്ധിയായ ഒരു ന്യായാധിപൻ, ഡെബോറ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. അവൾ സൈന്യത്തെ നയിച്ച്, നമ്മളൊക്കെ ജോൺ ഓഫ് ആർക്കിൻ്റെ കഥ പറയും 5-7 നൂറ്റാണ്ട് മുമ്പാണ്. പക്ഷേ സൈന്യത്തെ നയിച്ച ന്യായാധിപയും ഭരണാധിപയായ ഡെബോറ ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്ന് അവൾ യുദ്ധത്തിൻ്റെ പ്ലാൻ മുഴുവൻ ഉണ്ടാക്കി. ഷീ ലെഡ് ഹെർ ഫോഴ്സസ് ടു വിക്ടറി. കാലാവസ്ഥയും മഴയൊക്കെ കുറേ സഹായിച്ച്, അതൊക്കെ വേറെ കാര്യം. എങ്കിലും ഷീ ലെഡ്. കേസ് അവരുടെ മുമ്പിൽ വരുമ്പോൾ വളരെ ഭംഗിയായിട്ട് നിയമ അറിവോടുകൂടി അതിൻ്റെ ഡിസിഷൻ പറയാൻ ഡെബോറയ്ക്ക് കഴിഞ്ഞിരുന്നു. വേദപുസ്തകത്തിലെ 10 ന്യായാധിപന്മാരെ എടുക്കുമ്പോൾ വേദപുസ്തകം വലിയ പുകഴ്ചയോടുകൂടി സംസാരിക്കുന്ന ഒരു ന്യായാധിപയാണ് ഡെബോറ. അന്ന ചാണ്ടി ഹൈക്കോടതി ജഡ്ജിയായി. ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ഹൈക്കോടതി ജസ്റ്റിസായി ഉയർത്തപ്പെട്ടു. അന്ന് പത്രങ്ങൾ എഴുതി, വേദപുസ്തകത്തിൽ ഡെബോറയെ പോലെ ഇതോ കേരളത്തിലുള്ളൊരു ന്യായാധിപ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു, അന്ന ചാണ്ടി. അപ്പോൾ സ്ത്രീകൾക്ക് ഡിസിഷൻ മേക്കിംഗ് ദൈവം തന്ന വലിയൊരു കഴിവാണ്. സ്ത്രീകൾ ന്യായാധിപന്മാരായ കാലത്ത് അവർ വളരെ പ്രശസ്തരായിരുന്നു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചീഫ് ജസ്റ്റിസായ ന്യായാധിപന്മാരുണ്ട്. പലരുമായിട്ട് ഞാൻ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. ഉറച്ച ഡിസിഷൻ എടുക്കും സ്ത്രീകൾ, അൺഫ്ലിഞ്ചിങ്ങാണ്. പുരുഷനില്ലാത്തൊരു ധൈര്യം സ്ത്രീക്കുണ്ട്, പുരുഷനില്ലാത്തൊരു ധൈര്യം. അതൊരു ഇൻബിൽറ്റ് സംഭവമാണ്. ബംഗ്ലാദേശ് യുദ്ധം നടക്കുകയാണ്. 14ാമത്തെ ദിവസമായപ്പോൾ അമേരിക്കൻ കപ്പൽപ്പട നിക്സൺ കൊണ്ടുവന്ന് ഹൂഗ്ലിയിൽ കൊണ്ടുവന്ന് ഇട്ട് എൻ്റർപ്രൈസിൻ്റെ നേതൃത്വത്തിൽ. ഇന്ത്യയിലെ ഏത് പ്രൈം മിനിസ്റ്ററാണ് യുദ്ധം നിർത്തിയതായിരുന്നു, ഏത് പ്രൈം മിനിസ്റ്ററാണിത്. കാരണം അമേരിക്കൻ കപ്പൽപ്പട ഇടപെട്ട നമ്മൾ തകർന്ന് തരിപ്പണമായപ്പോൾ ഇന്ത്യൻ ആർമി പിടിച്ച് ചെയ്യാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധി പറഞ്ഞ നത്തിങ് ഡൂയിങ്, ഡാക്ക വീഴാതെ യുദ്ധം നിർത്തുകയില്ല. 3 ദിവസം കൂടെ എടുത്തു. ഡിസംബർ 17-ാം തീയതി ഇന്ത്യൻ സൈന്യം ഡാക്ക പിടിച്ചു കഴിഞ്ഞ് യുദ്ധം നിർത്തിയത്. ഇന്ദിരാഗാന്ധിക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം സ്ത്രീകൾ തീരുമാനമെടുത്താൽ പിടിച്ച് നിൽക്കാൻ സ്ത്രീ കപ്പാസിറ്റിയാണ്. പുരുഷനിടയ്ക്ക് വേവർ ചെയ്തു പോകും, സ്ത്രീകൾ വേവർ ചെയ്യില്ല. ഡെബോറ എന്ന മഹതിയായ ഒരു ന്യായാധിപയെ കാണിക്കുന്ന വേദപുസ്തകം നമ്മുടെ അടുത്ത്. പിന്നീട് ഹുൽദ, ഇതുപോലൊരു ആളിനെ, വളരെ പ്രശസ്തയായ ഹുൽദ. എന്നാൽ സ്ത്രീകൾ വലിയ ഹെവി ഓട്സിനെ നേരിട്ട് കഴിയുമ്പം അവരുടെ ധൈര്യം വളരെ അപാരമാണ്. ജൂഡിത്ത് എന്ന വലിയൊരു കഥാപാത്രം വേദപുസ്തകം കാണിക്കുകയാണ്. ഹോളോ ഫെർണസ് എന്ന് പറയുന്ന ഒരു നിഷ്ഠൂരനായ ഭരണാധികാരി, ഹിറ്റ്ലർ ടൈപ്പ് ഒരുത്തനാണ്. അവൻ വന്നിട്ട് ഇസ്രായേലിനെ തച്ച് ഉടച്ച് നശിപ്പിക്കാനായിട്ട് വരികയാണ്. പുരുഷന്മാരെല്ലാം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ജൂഡിത്ത് പോയി പുറകിലൊരു വാൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പോയി. അവൾ രാത്രിയിൽ ഹോളോ ഫെർണസിൻ്റെ തല വെട്ടിയ അവൾ. ഇപ്പം നമ്മൾ വുമൺ ടെററിസ്റ്റ് എന്ന് വിളിച്ചളയും. പക്ഷേ ടെററിസ്റ്റ് ആയാലുണ്ടല്ലോ സ്ത്രീയുടെ വീര്യം പുരുഷന് കിട്ടുക.
അതുകൊണ്ട് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു ജൂഡിത്തിനെ പോലുള്ള അസാധാരണയായ ഒരു സ്ത്രീയുടെ കഴിവിനെ പറ്റി. എന്നാൽ ഇസ്രായേലിൻ്റെ രക്ഷകസ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ ഉയർത്തുകയാണ് വേദപുസ്തകം. എസ്തേർ. പേർഷ്യൻ സാമ്രാജ്യം വന്ന് സൈറസ് ചക്രവർത്തിയുടെ കാലത്ത് ബാബിലോൺ പിടിച്ചടക്കി ഇസ്രായേലിനെ മോചിപ്പിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ യഹൂദന്മാർക്ക് ദേവാലയം വെക്കാൻ അനുവാദം കൊടുത്തു. യഹൂദന്മാർ ദേവാലയം വെച്ചു. പക്ഷെ അതിനുശേഷം പറഞ്ഞ സർക്സസ് ഒന്നാമൻ, സൈറസിന് ശേഷം കാംബീസിന് ശേഷം സക്സസ് വണ്ണിൻ്റെ രാജധാനിയിൽ ഹമാൻ എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്റർ യഹൂദന്മാരെ മുച്ചൂട് മുടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എസ്തേർ സർക്സസിൻ്റെ 420 ഭാര്യമാരിൽ ഒരാൾ മാത്രമാണ്. പട്ടമഹർഷിയല്ല. സർക്സസിന് 400 വൈഫ്സ് ഉണ്ടായിരുന്നു, അതിലൊരാൾ മാത്രമാണ്. ആ എസ്തേറിൻ്റെ കൂടെ മൊർഡെഖായി അങ്കിൾ, അദ്ദേഹം കൊട്ടാരത്തിന് മുമ്പിൽ തമ്പടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇസ്രായേലിനെ നശിപ്പിക്കാൻ പോവുകയാണ്. ഒരു സ്ത്രീ സധൈര്യം വന്ന് രാജസദസ്സിലേക്ക് നടന്നു വരികയാണ്. രാജസദസ്സിലേക്ക് നടന്നു വരുമ്പോൾ ചക്രവർത്തി ചോദിക്കുന്നു, രാജസദസ്സിൽ സാധാരണ സ്ത്രീകൾ വരാറില്ലല്ലോ. എസ്തേർ തൻ്റെ ഇടമായിട്ട് മറുപടി പറയുകയാണ്. എൻ്റെ ജനതയുടെ രക്ഷയ്ക്കായി എസ്തേർ വന്ന് കാര്യം അവതരിപ്പിക്കുന്നു. സക്സസ് അവസാനം ഹാമാനെ കൊന്ന് തൂക്കിലേറ്റിയ ശേഷം യഹൂദന്മാരെ തൂക്കിലേറ്റാൻ, മൊർദെഖായെ തൂക്കിലേറ്റാൻ വെച്ച കഴിവിലോട്ട് ഹാമാനെ തൂക്കി ഇസ്രായേലിനെ രക്ഷിച്ചു. ഒരു ജനതയുടെ രക്ഷകയായി വരുന്ന ഒരാൾ. ഇത് സേവിയർ പോസ്റ്റ്, അതിലേക്കൊരു സ്ത്രീ ഉയർത്തപ്പെടുകയാണ്. എന്നാൽ സ്ത്രീകളുടെ ധൈര്യം വേദപുസ്തകം നമ്മളോട് പറയുന്ന അസാധാരണമായ മറ്റൊരു കാര്യമാണ്. മോശയുടെ അമ്മ ആൺകുട്ടികളെ കൊല്ലണം, ഉത്തരവാണ്. തൂത്ത്മോസ് രണ്ടാമനാണ് കൽപ്പന ഇട്ടതെന്ന് പറയുന്നു. ചിലർ പറയുന്ന മരണപ്തായാണ് കൽപ്പന ഇട്ടതെന്ന്. ഏത് ഫറവാന്ന് ഇപ്പോഴും തീർച്ചയായിട്ടില്ല. തൂത്ത്മോസസിൻ്റെ കൽപ്പനയ്ക്ക് ആൺകുട്ടികളെ ജനിച്ചാൽ അപ്പോഴേ കൊല്ലും. പക്ഷേ ഒരു സ്ത്രീ അസാധാരണ ധൈര്യത്തോടുകൂടി, ജോഷിബൽ, ഗർഭകാലം മുഴുവൻ അവൾ മറച്ചുവെച്ചു. മോശയ്ക്ക് ജന്മം കൊടുത്തു. മോശയ്ക്ക് ജന്മം കൊടുത്ത ശേഷം വെള്ളം കയറാത്ത ഞാങ്ങണ കൊണ്ടൊരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി അതിനെ വാട്ടർ പ്രൂഫാക്കി. ഈജിപ്തുകാർ പാപ്പിറസ് എന്ന് പറയുന്ന ചെടിയുടെ തോൽ ഉപയോഗിച്ച് പേപ്പർ ഉണ്ടാക്കും. ആ പാപ്പിറസിൻ്റെ തോലിനകത്ത് നല്ല പശയാണ്. അപ്പോൾ ഈ തോലെടുത്തിട്ട് ഈ പശ വെച്ച് ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ പോലെ ആവും. പിന്നെ അതിനകത്ത് എഴുതാം. ആ പശ വാട്ടർ പെർക്കുലേറ്റ് ചെയ്തില്ല. അത് ഈ സ്ത്രീക്ക് അറിയാമായിരുന്നു. ആ സ്ത്രീ എന്ത് ചെയ്തു? ബാസ്ക്കറ്റ് ഉണ്ടാക്കി ഈ പാപ്പിറസിൻ്റെ ഈ ബാർക്കിനകത്തുനിന്നുള്ള പശയെടുത്ത് അങ്ങോട്ട് തൂത്തു. അപ്പോൾ പിന്നെ വെള്ളം അതിനകത്ത് കയറുകയില്ല. കുഞ്ഞിനെ ഒഴുക്കി വിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? മകളായ മിറിയത്തോട് പറഞ്ഞു, ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചോ നീ ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആ മിറിയം അമ്മയെപ്പോലെ തന്നെ ധൈര്യശാലിയാണ്. അവൾ ആ ചെടികൾക്കിടയിലൂടെ കുഞ്ഞൊഴുകിപ്പോകുന്നു നോക്കി വന്നു. ആ ചെടികളുടെ പ്രത്യേകത എന്താണ്? ആ ചെടികൾക്കിടയിലാണ് ഈജിപ്തിലെ നൈൽ നദിയിലെ മുതലകളെല്ലാം വന്ന് കയറി, വെള്ളത്തിൽ നിന്ന് കരക്കേറിയിരിക്കുന്നത് ഈ ചെടിക്കിടയിലാണ്. ആ മുതല വാ പൊളിച്ചിങ്ങനെ ഇരിക്കും. ഈ മുതലയ്ക്ക് നമ്മുടെ കൂടെ സ്രോതഗ്രന്ഥികളില്ല, വേർക്കാനുള്ള ഗ്രന്ഥിയില്ല. അപ്പോൾ വാ വിളിച്ചിരുന്നിട്ട് ഈ വായിക്കൂടെ വായു അങ്ങോട്ട് ചുറ്റും വിട്ടിട്ടാണ് അതിൻ്റെ വാട്ടർ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നവർ. സ്വേദഗന്ധി ചെയ്യുന്ന അതേ ജോലി. ആ വാ തുറന്ന മുതലകളുടെ ഇടയിലൂടെ ആ മിറിയം നടന്ന് കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കുകയാണ്. അൺയൂഷ്വലി ഹീറോയിക്. നമുക്ക് വായിക്കും, നമുക്ക് രോമാഞ്ചം കൊള്ളും. മിറിയം ആ മുതലകളുടെ ഇടയിലൂടെ നടന്ന് കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നു. അപ്പോഴാണ് കുഞ്ഞിനെ രാജകുമാരി എടുത്ത് വളർത്തിയ സംഭവം മനസ്സിലാകുന്നത്. ആരാണ് ആ രാജകുമാരി? ചരിത്രകാരന്മാർ പറയുന്നു ഹാഷപ്പുട്ട് എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി എന്നറിയപ്പെട്ട തൂത്ത്മോസസ് ഒന്നാമൻ്റെ മകളും തൂത്ത്മോസസ് രണ്ടാമൻ്റെ ഭാര്യയും ആയ രാമസിസ്. തൂത്ത്മോസസ് സ്ത്രീ വളർത്തു മകനാണ്. അവൾ കുഞ്ഞിനെ എടുത്ത് രക്ഷപ്പെടുത്തി.
കുഞ്ഞിന് മുലപ്പാൽ വേണം. രാജകുമാരൻ്റെ അടുത്ത് അടിമസ്ത്രീകൾ പോകാൻ പാടില്ല. മറിയം പോയി പറഞ്ഞു കൊടുത്തു പാല് കൊടുക്കാൻ ഒരു അമ്മയുണ്ടെന്ന്. സ്വന്തം അമ്മയുടെ പാല് കുടിച്ച് മോശ വളർന്നു. ഗ്രേറ്റ് വിമൻ ജോഷുബലും മറിയവും, അസാധാരണമായ ഗ്രേറ്റ്. ആ ധൈര്യം സ്ത്രീകൾക്ക് വേണം. അതുകൊണ്ടാണ് സ്ത്രീകളുടെ പേര് വളരെ ഭംഗിയായിട്ട് എടുത്ത് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാത്ഷേബ രാജകൊട്ടാരത്തിലെ ചേരി മത്സരം അട്ടിമറിച്ചത് എങ്ങനെ വേദപുസ്തകം കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കഥാപാത്രങ്ങളാണ്. പിന്നെ 600 years ഓഫ് സൈലൻസ്. BC 6-ാം നൂറ്റാണ്ടിന് ശേഷം സ്നാപക യോഹന്നാൻ വരുന്നത് വരെ ഫോർ 600 years ബൈബിൾ ഈസ് സൈലൻറ്റ്. നോ വുമൺ, നോ പ്രോഫറ്റ്. ദ വോയിസ് ഓഫ് പ്രൊഫസി വാസ് സൈലൻറ്റ് ഇൻ ഇസ്രായേൽ ഫോർ 600 years. മൈക്കാ പ്രവാചകന് ശേഷം ഇസ്രായേൽ ഒരു പ്രവാചകനെ സൃഷ്ടിക്കുന്നില്ല. നോ ഗ്രേറ്റ് വുമൺ ക്യാരക്ടർ 600 years. അത് കഴിഞ്ഞ് പ്രവാചക ശബ്ദമാദ്യം മലയടിക്കുന്ന സ്നാപയോഹന്നാൻ്റെ പ്രസംഗം ഇങ്ങനെ ജോർദാൻ നദിയിൽ മുഖരിതമാകുമ്പോഴാണ്. ആ ജോർദാൻ നദിയിൽ മുഖരിതമാവുന്ന അവസരത്തിൽ പുതിയ നിയമത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ രംഗപ്രവേശനം ചെയ്യുന്നു. അതിലാദ്യത്തേത് എലിസബത്ത് എന്ന് പറയുന്ന പ്രസിദ്ധിയായ സ്നാപയോഹന്നാൻ്റെ അമ്മയാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുരോഹിതൻ അഹ്റോൻ്റെ ഭാര്യയുടെ പേര് എലിസബത്ത് എന്നാണ്. ആ എലിസബത്ത് എന്നുള്ള വാക്കായിരിക്കണം എലിസബത്ത്, ഗോഡ് ഈസ് മൈ റെഫ്യൂജ് എന്നർത്ഥമുള്ള എലിസബത്ത് എന്ന വാക്കായി രൂപാന്തരപ്പെട്ടിട്ടുണ്ടാവുക. 10-70 വയസ്സുള്ള മക്കളില്ല. എനി വുമൺ വുഡ് ഹാവ് ലോസ്റ്റ് ഹോപ്പ്, എനി വുമൺ വുഡ് ഹാവ് സ്റ്റോപ്ഡ് പ്രേയേഴ്സ്, എനി വുമൺ വുഡ് ഹാവ് കംപ്ലീറ്റ്ലി ബീൻ ഡെസ്പോണ്ടൻറ്റ്. ഞാൻ മക്കളില്ലാത്ത സ്ത്രീയാണ് എന്ന് ലോകം എന്നെ ശപിക്കുന്നു. ആ അവസ്ഥയിലെത്തിച്ചേർന്നാണ്. ബട്ട് നോട്ട് എലിസബത്ത്. മറ്റെല്ലാവർക്കും ഹോപ്പ് പോയി, ബട്ട് നോട്ട് എലിസബത്ത്. ഷി കണ്ടിന്യൂ ടു പ്രേ. ആ പ്രായത്തിലും കുട്ടികൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ആ വലിയ പ്രാർത്ഥനയാണ് അവസാനം സ്നാപയോഹന്നാന്റെ ജനനത്തിൽ കലാശിക്കുന്നത്. പിന്നീട് കന്യാസ്ത്രീ മറിയം, ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. കന്യാസ്ത്രീ മറിയം, നന്മ പറഞ്ഞ മറിയമേ എന്നുള്ള വലിയ പ്രാർത്ഥന 3 സെൻറ്റൻസ് ചേർത്തുണ്ടാക്കിയിട്ടുള്ളതാണ്. ആദ്യത്തെ സെൻറ്റൻസ് മാലാഹ കന്യാസ്ത്രീ മറിയത്തോട് പറയുന്ന, രണ്ടാമത്തെ സെൻറ്റൻസ് എലിശോ പുണ്യതിയെ കാണാൻ പോയ കന്യാസ്ത്രീ മറിയത്തോട് എലിശോ പുണ്യതി പറയുന്നതാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. മൂന്നാമത്തെ സെൻറ്റൻസ് എഫേസൂസിലെ സുനോദോസിന് ശേഷം കന്യാസ്ത്രീ മറിയത്തെ ദൈവമാതാവായിട്ട് പ്രഖ്യാപിക്കുന്ന വാചകമാണ്. 3 വാചകം ചേർത്തിട്ടാണ് നന്മ പറഞ്ഞ മറിയമേ എന്നൊരു പ്രാർത്ഥന സഭ ഡിസൈൻ ചെയ്തത്. വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ മാലാഹ അറിയിക്കുമ്പോൾ, നന്മ പറഞ്ഞുള്ളത് നിനക്ക് സുസ്ഥി എന്ന് പറയുമ്പോൾ, ആ ദൈവത്തിൻ്റെ തീരുമാനത്തെ സർവ്വതാ സ്വീകരിക്കുകയും അതിൻ്റെ വരും വരാഴികൾ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വിവാഹം കഴിക്കാതൊരു സ്ത്രീ ഗർഭിണിയായാൽ യഹൂദന്മാർക്കൊരൊറ്റ ശിക്ഷയുള്ളൂ, കല്ലെറിഞ്ഞ് കൊല്ലുക. ആ ഗർഭം സ്വീകരിക്കാൻ കന്യാസ്ത്രീ തയ്യാറായാൽ പരസ്യമായി കല്ലെറിഞ്ഞ് കൊല്ലും. അതാണ് ശാസ്ത്രം. അത് സംഭവിച്ചാൽ പോലും ഞാൻ വിധേയപ്പെടുന്നു എന്ന് പറയുകയാണ്. വളരെ ഭംഗിയായി ആ ജീവിതം പരിലസിക്കുന്നു. വേദപുസ്തകത്തിൽ 7 മറിയാമുകളാണുള്ളത്. മോശയുടെ സഹോദരിയായ മറിയാം തൊട്ട് പുതിയ നിയമത്തിലെ 6 മറിയാമുകളോടെ ചേർത്ത് വരുന്ന 7 മറിയാമുകൾ വളരെ ശ്രദ്ധേയമായ സംഭവമാണ്. മറിയാമെന്ന വാക്ക് ഹാമറ്റിക് ലാംഗ്വേജാണ്, ഈജിപ്ഷ്യൻ ഭാഷ. അതിൻ്റെ അർത്ഥം ദ മോസ്റ്റ് ബിലവഡ് വൺ എന്നായിരുന്നു. പക്ഷേ മറിയാമെന്ന വാക്ക് സുറിയാനി ഭാഷയിൽ ഡിറൈവ്ഡ് മീനിങ് ഉണ്ടാക്കി. അതിൻ്റെ ഒറിജിനൽ ഈജിപ്ഷ്യൻ അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായി കന്യാസ്ത്രീ മറിയം ഉൾപ്പെട്ട മറിയാമുകളുടെ വലിയ ഹിസ്റ്ററി സുറിയാനി ഭാഷയിൽ അതിനൊരു അർത്ഥം ഉണ്ടാക്കി. മൊറിയോമോ, വിശുദ്ധിയുള്ളവൾ എന്ന്. ഈജിപ്ഷ്യൻ ഭാഷയിൽ മോസ്റ്റ് ബിലോഡ് എന്നർത്ഥമുള്ള മറിയം സുറിയാനിയിലെത്തിയപ്പോൾ അത് മൊറിയോമോ, വിശുദ്ധിയുള്ളവൾ എന്ന വാക്കായി മാറി.
അപ്പോൾ ഒരു വാക്കിൻ്റെ അർത്ഥത്തെ പോലും ട്രാൻസ്ഫോം ചെയ്യാൻ മറിയാമിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുന്ന ഒന്നാണ് മറിയാമിൻ്റെ ചരിത്രം. മറിയാമിൻ്റെ 7 ദുഃഖങ്ങൾ കത്തോലിക്ക സഭയിൽ വളരെ ആഴത്തിൽ സ്പർശിക്കുന്നൊരു സംഭവമാണ്. മറിയാമിൻ്റെ 7 ദുഃഖങ്ങൾ. ആ ഓരോ ദുഃഖത്തിലും മറിയാം ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ എങ്ങനെ മറിയാം അതിനെ ഫേസ് ചെയ്തു വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കുന്നൊരു സംഭവമാണ്. എന്നാൽ യേശുവിൻ്റെ ജീവിതകാലത്ത് ലാസറിൻ്റെ സഹോദരിയായ മറിയത്തിൻ്റെ വിശ്വാസം നമ്മളെ അമ്പരപ്പിക്കുന്നു. പക്ഷേ മറിയാമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗവേഷണം നടത്തിയിട്ടുള്ളതും ക്രിസ്ത്യൻ തിയോളജി അമ്പരപ്പോടുകൂടി കാണുന്ന ഒരാൾ മേരി മഗ്ദലീൻ എന്ന് പറയുന്ന മഗ്ദലനക്കാരിയായ മറിയമാണ്. 7-ാം നൂറ്റാണ്ടിൽ പോപ്പ് ഗ്രിഗറി വല്ലാത്തൊരു തെറ്റ് കാണിച്ചു. മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റതെന്ന് അങ്ങനെ ശാസ്ത്രം. നിങ്ങളതെങ്ങാണ്ടും പുറത്തു പോയി പറഞ്ഞാൽ എന്നെ ബിഷപ്പ് നാളെ സഭയിൽ നിന്ന് പുറത്താക്കും. മാർപ്പാപ്പയ്ക്ക് ഒരു വലിയ തെറ്റുപറ്റി. അതായത് മഗ്ദലനക്കാരൻ മറിയം പാപിനിയായ മറിയമാണ് എന്ന് മാർപ്പാപ്പ ഒരു പ്രസംഗത്തിൽ നിന്ന് തട്ടിവിട്ടു. ഗ്രിഗറി ദ വൺ വൺ ഓഫ് ദ ഗ്രേറ്റ് പോപ്സാണ്, അതിലൊന്നും സംശയമൊന്നുമില്ല. ഹൂണന്മാരുടെ അക്രമത്തിൽ നിന്ന് റോമിനെ രക്ഷിച്ച മഹാനായ മാർപ്പാപ്പയാണ്. കാര്യമൊക്കെ ശരി. പക്ഷേ വൺ ഓഫ് ദ ബിഗസ്റ്റ് ബ്ലണ്ടേഴ്സ് ഓഫ് ഹിസ്റ്ററി മഗ്ദലനക്കാരൻ മറിയം പാപിനിയായ മറിയമാണെന്നാണ്. കർത്താവിൻ്റെ കാല് കഴുകിയ പാപിനിയായ മറിയം ഒരു സ്ത്രീയാണ്. ലാസറിൻ്റെ സഹോദരിയായ മറിയം വേറൊരു സ്ത്രീയാണ്. മർക്കോസ്ലീഹായുടെ അമ്മയായ മറിയം വേറൊരു സ്ത്രീയാണ്. സെബദിപുത്രന്മാരുടെ അമ്മ യോഹന്നാൻ സ്ലീഹായുടെ അമ്മ മറിയം വേറൊരു സ്ത്രീയാണ്. മഗ്ദലനക്കാരി മറിയം വേറൊരു സ്ത്രീയാണ്. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. പക്ഷേ മേരി മഗ്ദലിൻ്റെ ഗ്രേറ്റ്നെസ് എന്തായിരുന്നു? മർത്തമറിയ സമാജത്തിൽ പഠിക്കേണ്ട ഒരു സ്ത്രീയാണ് മേരി മഗ്ദലിൻ. ക്രിസ്ത്യൻ തിയോളജിയിൽ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവ് അത് ആദ്യം കാണിക്കേണ്ടത് ഒന്നുകിൽ സ്വന്തം അമ്മ മറിയത്തിനെ ആയിരുന്നു, ഇല്ലെങ്കിൽ ഇഷ്ടശിഷ്യനായ യോഹന്നാൻ സ്ലീഹയായിരുന്നു, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ തലവനെന്ന് കരുതപ്പെട്ടിരുന്ന പത്രോസ്ലീഹയാണ്. പക്ഷെ ഇവർക്കാർക്കും കൊടുക്കാത്തൊരവകാശം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യം കാണാനുള്ള അവകാശം തൻ്റെ കൂട്ടത്തിൽ ആദ്യം കൊടുത്തത് മഗ്ദലന മറിയത്തിനാണ്. വൈ ജീസസ് മെയ്ഡ് ദാറ്റ് ഡിസിഷൻ? ഇത് ക്രിസ്ത്യൻ തിയോളജിയിലെ വലിയൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ്. അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം അത് കണ്ടിട്ടുണ്ടാവുക റോമൻ പട്ടാളക്കാരാണ്. രണ്ടാമത് കയ്യാപ്പാസിനെ ടെമ്പിൾ പോലീസിനെ കുറച്ച് പേരെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർ കണ്ടിട്ടുണ്ടാവാം. പോലീസിൻ്റെ സ്വഭാവത്തിന് ഒരുത്തനെ നിർത്തിയിട്ട് ബാക്കിയെല്ലാവരും ഉറങ്ങാൻ പോയി കാണും. ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒരുത്തൻ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ നേരം വെളുത്താദ്യം ചാൻസ് കിട്ടിയത് മഗ്ദലന മറിയത്തിനാണ്. വൈ? അതിന് വിശദമായ ഉത്തരം സഭ നൽകുന്നുണ്ട്. ഒന്ന്, വെളുപ്പാങ്കാലത്ത് ആദ്യമായി കല്ലറയിൽ സുഗന്ധ ലേപനത്തിനായി മഗ്ദലന മറിയം പുറപ്പെട്ടു. എത്ര മണിക്കാ? വെളുപ്പിനും 4 മണിക്ക്. വെളുപ്പിനും 4 മണിക്ക് ജീവന് പേടിയുള്ള ഒരൊറ്റ സ്ത്രീയിലും വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പോവുകയില്ല. 2, ഇതിലേക്കൂടെ പോന്നേ ശത്രുക്കളായ യഹൂദന്മാരുടെ നടുക്കൂടെ വെച്ച് പിടിക്കുകയാണ് ഈ സ്ത്രീയെ. നടുക്കൂടെ ബാക്കി ശിഷ്യന്മാരും കന്യാസ്ത്രീമറിയവും പേടിച്ചരണ്ട ഒരു മുറിക്കകത്ത് പൂട്ടിയിരിക്കുക. ബാക്കിയുള്ളവരെല്ലാം പേടിച്ച്. ഇച്ചിരി ധൈര്യം ഉണ്ടായിരുന്ന തോമാസിലേക്ക് മാത്രമേ ഉള്ളൂ. അങ്ങാര് മാത്രം ഇടയ്ക്ക് പുറത്തു പോകായിരുന്നു. ബാക്കി എല്ലാവരും മുറിക്കകത്ത് കയറി പൂട്ടിയിരിക്കുക. 11 വരെ. ഈ സ്ത്രീ രാവിലെ എഴുന്നേറ്റ് സുഗന്ധദ്രവ്യങ്ങൾ തയ്യാറാക്കി വെളുപ്പാങ്കാൽ 4 മണിക്ക് എഴുന്നേറ്റ് നടുക്കൂടെ കുറ്റാക്കൂറ്റ് ഇരട്ടത്തൂടെ പോവാം. ശത്രുക്കളായ യഹൂദന്മാരുടെ നടുക്കൂടെ. എങ്ങോട്ടാ പോന്നേ? കല്ലറക്കകത്തോട്ട് പോവാം. രാത്രിയിലൊരു കല്ലറക്കകത്ത് കയറാൻ പുരുഷന്മാർക്ക് ധൈര്യം ഉണ്ടാവും. പുരുഷന്മാർക്ക്. എൻ്റെ വീട്ടിൽ 100 അടിയേ ഉള്ളൂ തുമ്പം വല്ലുപള്ളിയുടെ കുരിശടി ശവക്കല്ലറ. രാത്രി ഒരു 9 മണി കഴിഞ്ഞ് അതിൻ്റെ മുമ്പിൽ കൂടെ ഒരു മെയിൻ റോഡുണ്ട്. കാറിൽ ഓടിച്ച് പോകുകയല്ലാതെ നടന്നൊരുത്തരും പോകില്ല. വല്ല കള്ളുടിയന്മാരും പോയിട്ടുണ്ടാവും. അല്ല ജീവന് പേടിയുള്ള ഒരുത്തരും സുബോധത്തോടെ ആ കല്ലറ നമുക്കിവിടെ പോയത്. പുരുഷന്മാർക്ക് ധൈര്യമില്ല. അപ്പോഴാണ് ഈ മഗ്ദലന മറിയം കല്ലറയിലേക്ക് യാത്രയാവുന്നത്. അത് എങ്ങനെ മരിച്ച ആളാണ്? നാച്ചുറൽ ഡെത്താണോ? അല്ല, അപകട മരണം, കുരിശു തൂക്കി മറക്കിയ ആളാണ്.
അപകട മരണം മാനിച്ചവരുടെ ആത്മാക്കൾ അവിടെ എല്ലാം പലത് നടന്ന് ശല്യം നടത്തുന്ന യഹൂദന്മാർ ഹിന്ദുക്കൾ ഒരുപോലെ വിശ്വസിക്കുന്ന സാധനമാണ്. ശാന്തനായി നാച്ചുറൽ ഡെത്ത് കട്ടളെ കിടന്ന് മരിച്ചവർക്ക് വലിയ കുഴപ്പമില്ല. അപകടമരണം പ്രാപിച്ചവൻ ആത്മാവ് മഹാ കുഴപ്പമാണ്. അപകടമരണം പ്രാപിച്ച് കുരിശിലേറ്റ് ഒരാളിൻ്റെ കല്ലറയിലോട്ട് പോവാണ് വെളുപ്പാങ്കാലത്ത്. ആ കമ്മിറ്റ്മെൻറ്റ്, ആ ധൈര്യം, ആ സമർപ്പണം, അതിൽ മഗ്ദലന മറിയം വാസ് എബവ് എവ്രിബഡി എൽസ്. അതുകൊണ്ടാണ് കർത്താവ് അവളെ ആദ്യം കാണാൻ അനുവദിച്ചത്. ഇനി അങ്ങനെ കാണാൻ അനുവദിച്ച് മറിയം അവിടെ ചെല്ലുമ്പോൾ കർത്താവിനെ കണ്ടു. തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് മഗ്ദലന മറിയം പറയുന്നു, അവനെ എവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പോയി കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് കർത്താവിനെ കണ്ടിട്ട് മഗ്ദലന മറിയത്തിന് മനസ്സിലായില്ല? 2 എക്സ്പ്ലനേഷനാണ്. ഒന്ന്, ക്രിസ്ത്യൻ തിയോളജിയന്മാർ പറയുന്നു മഗ്ദലന മറിയത്തിൻ്റെ കണ്ണുകൾ കണ്ണീര് കൊണ്ട് നിറഞ്ഞിരുന്നു, ആയതിനാൽ വിഷൻ വാസ് ഇംപയർഡ് ബൈ ദ ടീയേഴ്സ്. രണ്ടാമത്തേത്, നേരം പരവര വെളുത്ത് തുടങ്ങുന്നതിന് മുമ്പായിരുന്നു സംഭവം. ദർ വാസ് നോ ലൈറ്റ്, വെട്ടമില്ലായിരുന്നു, അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് റബോനി മറിയം എന്ന് വിളിച്ച് ശബ്ദം കേട്ടോടനെ ഷീ റെക്കഗ്നൈസ്ഡ്. റബോനി എന്ന് അവൾ മറുപടി പറഞ്ഞു. എന്നിട്ട് അവൾ ഓടി കർത്താവിൻ്റെ അടുത്ത് ചെന്നു. അവിടെ മലയാള വേദപുസ്തകത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ തെറ്റ് ട്രാൻസ്ലേഷൻ പറ്റിപ്പോയി. നീ എന്നെ തുടരുത് എന്ന് പറഞ്ഞു എന്നാണ് മലയാള ട്രാൻസ്ലേഷൻ. ഇത് മേ ആപ് തു, മിയാ തു എന്ന് പറയുമ്പോൾ അർത്ഥം രണ്ടും ഓപ്പോസിറ്റായി പോയി. മേ ആപ് തു, ME വെച്ചിട്ട് APTOU എന്ന് പ്രയോഗിച്ചാൽ ഡോണ്ട് ടച്ച് മീ എന്നാണ് എൻ്റെ ട്രാൻസ്ലേഷൻ. എന്നാൽ മിയ, ഈ ആപ്തുവിൻ്റെ ആദ്യത്തേൻ്റെ കൂടെ ചേർത്തിട്ട് മിയാപ്തു MEAPTOU എന്നാണ് അത് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ ഡോണ്ട് ഹോൾഡ് മീ ലൈക്ക് ദിസ് എന്നാണ് എൻ്റെ ട്രാൻസ്ലേഷൻ. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു വാസ്തവത്തിൽ വേദപുസ്തകത്തിൽ എഴുതിയത് മിയാപ്തു എന്നാണ്. മാണി ഖത്രാൻ മലയാളത്തിൽ തർജ്ജമ ചെയ്തപ്പോൾ എങ്ങനെയോ അതിനെ നീ എന്നെ തുടരുന്നാക്കി മാറ്റിക്കളഞ്ഞാണ്. കർത്താവ് പറഞ്ഞത്, മറിയം സന്തോഷത്തിൽ ഓടിച്ചെന്ന് കർത്താവിനെ ഞാൻ കെട്ടിപ്പിടിച്ചു. വിടുന്നില്ല വിടി. കർത്താവ് പറഞ്ഞു, ഡോണ്ട് ഹോൾഡ് മീ ലൈക്ക് ദിസ്, ഡോണ്ട് ഹോൾഡ് മീ ലൈക്ക് ദിസ്, ഗോ ആൻഡ് ടെൽ ദ ഡിസൈപ്പിൾസ് ദാറ്റ് ഐ ഹാവ് റിസറക്റ്റഡ്. നീ എന്നെ തുടരുന്നല്ല പറഞ്ഞു. അപ്പോൾ മറിയം ഓടി. എത്ര കിലോമീറ്ററാണെന്നറിയാമോ? 2.5 കിലോമീറ്റർ. സെഹിയോൻ മാളികയുടെ അടുത്തുനിന്ന് കല്ലറ വരെ 2.5 കിലോമീറ്റർ ഇങ്ങോട്ട് രാവിലെ നടന്നു വന്ന സ്ത്രീ ഒറ്റ ഓട്ടത്തിന് 2.5 കിലോമീറ്റർ അങ്ങോട്ട് ഓടി. ശിഷ്യന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാർ തിരിച്ചോടി, മഗ്ദലന മറിയം കൂടെ ഓടി. അപ്പോൾ 2.5 മണിക്കൂർ നടപ്പ്, 2.5 കിലോമീറ്റർ നടപ്പ്, 5 കിലോമീറ്റർ ഓട്ടം. 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മാരത്തോൺ റേസിൻ്റെ 4-1 മാരത്തോൺ റേസിൻ്റെ 4-1 ഈ സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ഓടി വന്നപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യോഹന്നാൻ സ്ലീഹയാണ് ചെറുപ്പം. കർത്താവിനേക്കാൾ പ്രായക്കുറവായിരുന്നു 10 സ്ലീഹന്മാർക്ക്. കർത്താവിനേക്കാൾ പ്രായക്കൂടുതൽ 2 സ്ലീഹന്മാർക്കായിരുന്നു. പത്രോസ് സ്ലീഹ കർത്താവിനേക്കാൾ 6 വയസ്സ് പ്രായക്കൂടുതലായിരുന്നു. അന്ത്രയോസിന് കർത്താവിനേക്കാൾ 8 വയസ്സ് പ്രായക്കൂടുതലായിരുന്നു. അന്ത്രയോസിന് 38 വയസ്സും 33, 8, 41 വയസ്സ്. പത്രോസ് സ്ലീഹയ്ക്ക് 33, 6, 39 വയസ്സ്. പക്ഷേ യോഹന്നാൻ സ്ലീഹയ്ക്ക് ആകെ 22 വയസ്സേ ഉള്ളായിരുന്നു ഈ കർത്താവ് മരിക്കുമ്പോൾ. യോഹന്നാൻ സ്ലീഹ ഓടി കല്ലറയ്ക്കടുത്ത് വന്നു. അത് കയറിയോ? ഇല്ല, പേടിച്ചവിടെ നിന്ന്. പുറകാലെ പത്രോസ് സ്ലീഹ ഓടി വന്നു. അങ്ങനെ 36 വയസ്സാണ്. ഈ മനുഷ്യനേക്കാൾ 18 വയസ്സ് പ്രായക്കൂടുതല യോഹന്നാൻ സ്ലീഹയേക്കാൾ. ആ മനുഷ്യൻ 38 വയസ്സ് ഓടി വന്നു. പത്രോസ് സ്ലീഹ നിന്നോ? ഇല്ല, ഒറ്റ ചാടനകത്ത് കയറി. പത്രോസ് സ്ലീഹയ്ക്ക് ഇച്ചിരി വിവരക്കേടുണ്ട്, അതുകൊണ്ട് ഇമ്പൾസീവാണ്. അതുകൊണ്ട് വാളെടുത്ത് വെട്ടിക്കളഞ്ഞു പട്ടാളത്തിനെ. അവന്മാരെല്ലാം കൂടെ തിരിച്ചു വെട്ടിയാൽ പത്രോസ് സ്ലീഹയുടെ അംശം ബാക്കി വേണ്ടാത്തതാണ്. ആ ഇമ്പൾസീവ് നേച്ചറുള്ള പത്രോസ് സ്ലീഹ കല്ലറയ്ക്കകത്ത് കയറി. പത്രോസ് സ്ലീഹ കയറി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ സ്ലീഹയും കയറി. പക്ഷേ 12 ശിഷ്യന്മാർക്കില്ലാത്ത ധൈര്യവും കമ്മിറ്റ്മെൻറ്റും മഗ്ദലന മറിയത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് സ്വന്തം അമ്മയ്ക്ക് കൊടുക്കാത്ത, സ്വന്തം ശിഷ്യന്മാർ 11 പേര് ജീവിച്ചിട്ടുണ്ട്, യൂദാസ് ഇസ്കറിയോത്ത മാത്രമേ മരിച്ചിട്ടുള്ളൂ, ബാക്കി 11 പേർക്ക് ശിഷ്യന്മാർക്ക് കൊടുക്കാത്ത ഒരു ഭാഗ്യം മഗ്ദലന മറിയത്തിന് കൊടുത്തു. ദാറ്റ് ഈസ് എ റിവാർഡ് ഫോർ ഹെർ കമ്മിറ്റ്മെൻറ്റ്, റിവാർഡ് ഫോർ ഹെർ കറേജ് ആൻഡ് റിവാർഡ് ഫോർ ഹെർ ലോങ് സ്ട്രൈവിങ് എഫർട്ട് ടു റീച്ച് ഹിം. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം.
അപ്പോൾ മഗ്ദലന മറിയം വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠയായ ഒരു സ്ത്രീയാണ്. മഗ്ദലന മറിയം പാലസ്തീനിലെ ഏറ്റവും ധനാഢ്യയായ ഒരു സ്ത്രീയായിരുന്നു. മഗ്ദലന മറിയത്തെപ്പറ്റി റിസർച്ചുകൾ കമ്പൈൽ ചെയ്യുന്ന വലിയൊരു പുസ്തകമാണ് എൻ്റെ കയ്യിൽ. മേരി മഗ്ദലീൻ 1000 പേജുള്ള പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ആ പുസ്തകം ഞാൻ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആ പുസ്തകം. ആ പുസ്തകത്തിൽ മഗ്ദലന മറിയത്തിന് ഏതാണ്ട് 55 ഏക്കറോളം വരുന്ന ഭൂമി എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ഒലീവ് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആദിമസഭയിലെ മിക്കവാറുമുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് മുഴുവൻ മഗ്ദലന മറിയത്തിൻ്റെതായിരുന്നു. പക്ഷേ മഗ്ദലന മറിയം പൗലോസ് അപ്പോസ്തലനെ അംഗീകരിച്ചിരുന്നില്ല. ഷീ വാസ് സൈഡിങ് വിത്ത് സെയിൻറ്റ് പീറ്റർ. അതുകൊണ്ട് ആദിമസഭയിലെ ലേഖനങ്ങളിലൊക്കെ മഗ്ദലന മറിയം നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടു. പൗലോസ് സ്ലീഹ ബോധപൂർവം ചെയ്തതാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഷീ വാസ് നോട്ട് റെപ്രസെൻറ്റഡ്. പക്ഷേ വേദപുസ്തകത്തിലെ സ്ത്രീകളെ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും മഹതിയായിട്ടുള്ള കന്യാസ്ത്രീ മറിയം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ ചിന്തനീയമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ് മേരി മഗ്ദലീൻ, മഗ്ദലനക്കാരി മറിയം. അപ്പോൾ ഈ മേരി മഗ്ദലന നമ്മുടെ സ്ത്രീകൾക്ക് മോഡലാവേണ്ട ഒരു സ്ത്രീയാണ്. സഭയ്ക്ക് വേണ്ടി കമ്മിറ്റഡായ, വിശ്വാസത്തിൽ ഉറച്ച, യേശുവിനോട് സ്ഥിരമായ സമർപ്പണബോധത്തോടെ ജീവിച്ച ആദിമസഭയുടെ ഫൗണ്ടിങ് മദേഴ്സിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഈ ഡാവിഞ്ചി കോഡ് കാണുന്ന വിവരക്കോടൊന്നും നിങ്ങൾ വായിച്ച് നിങ്ങളൊന്നും വിഷമിക്കേണ്ട, അത് ശുദ്ധ കള്ളാണ്. ഇറ്റ്സ് നോവൽ. വേദപുസ്തകത്തിലെ ഓരോ സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റി പഠിക്കുമ്പോഴും നമുക്കറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി വേദപുസ്തകത്തിലെ സ്ത്രീകളെ നമ്മൾ പഠിക്കുന്നത് 21-ാം നൂറ്റാണ്ടിൽ വിശ്വാസിയായ ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അതിലേറ്റവും ആദ്യത്തേത്, നമ്മുടെ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ കഴിവ് ഒരു കുടുംബത്തെ ഭംഗിയായി കൊണ്ടുപോവുക എന്ന കഴിവാണ്. ഭർത്താവ് ഇമ്പൾസീവാണ്, മക്കൾ വളർന്നു വരികയാണ്. ഒരു കുടുംബത്തെ സ്റ്റേബിളാക്കി നിർത്തുന്നത് ടോൾസ്റ്റോയ് അന്നാ കരനിനയിൽ പറയുന്ന പോലെ ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയാണ്. ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിൻ്റെ വിളക്ക്. വേദപുസ്തക താളുകളിൽ നിന്ന് എങ്ങനെയാണ് ഒരു കുടുംബത്തിൻ്റെ വിളക്കാവേണ്ടതെന്ന് മർത്തമറിയം സമാജത്തിലെ ഓരോ സ്ത്രീയും അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്തേത്, എന്താണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം? ആ കുടുംബത്തിൻ്റെ മഹത്വം ആ കുടുംബത്തിലെ കുട്ടികളാണ്. A factory is known by its product. A family will be known by its children. കുട്ടികളാണ്. ജനിതക രഹസ്യം ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ കണ്ടെത്തി. 1953 വാട്സൺ ആൻഡ് ക്രിക്ക് DNA മോളിക്യൂൾ കണ്ടെത്തി. ആ DNA മോളിക്യൂൾ കണ്ടെത്തുമ്പോൾ അത്ഭുതകരമായൊരു കാര്യം നമുക്ക് മനസ്സിലാവുകയാണ്. ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിച്ചൊരു കുട്ടി ജനിക്കുമ്പോൾ അച്ഛൻ്റെ 23 ക്രോമോസോമും അമ്മയുടെ 23 ക്രോമോസോമും ഓരോ സെല്ലിലുള്ളൊരു കുട്ടിയാണ് ജനിക്കുന്നത്. ആ കുട്ടിക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ കൊച്ചുമോൻ്റെയോ കൊച്ചുമകളുടെയോ ശരീരത്തിൽ നമ്മുടെ 11.5 ക്രോമോസോം ഓരോ സെല്ലിലും ഉണ്ടാവും. കൊച്ചുമോന് കുട്ടി ജനിക്കുമ്പോൾ 5.25 ക്രോമോസോം ഉണ്ടാവും. അങ്ങനെ 800 വർഷങ്ങൾ കഴിയുമ്പോൾ, 32 തലമുറകൾ കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന അവസാനത്തെ ഇൻഡിപെൻഡൻറ്റ് ക്രോമോസോം ഇല്ലാതാവും. എന്നാൽ ഈ ക്രോമോസോം ഉണ്ടാക്കപ്പെട്ടുള്ള ജീൻസ് കൊണ്ടാണ്. ആ ജീനുകൾ ഈ ഭൂമിയിൽ 12,000 വർഷം നിലനിൽക്കും. 12,000 years. നിങ്ങൾ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ കുഞ്ഞിന് സന്തതി പരമ്പര ഈ ഭൂമിയിൽ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ശരീരം മണ്ണോട് മണ്ണ് ചേർന്നാലും ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഈ ഭൂമിയിൽ ജീവനോട് തന്നെ ഉണ്ടാവും. 12,000 വർഷങ്ങൾ, 12,000 years. നമ്മൾ പുറകോട്ട് നോക്കിയാൽ അപ്പനും അമ്മയും കൂടി 2, മുത്തച്ഛനും മുത്തശ്ശിയുടെ 4, മുതുമുത്തച്ഛനും മുതുമുത്തശ്ശിയുടെ 8, ഇങ്ങനെ 800 വർഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്ര മാതാപിതാക്കന്മാരുടെ ക്രോമോസോം വേർതിരിക്കാൻ പറ്റും? ശാസ്ത്രം പറയുന്നു 15,60,000 മാതാപിതാക്കന്മാരുടെ ക്രോമോസോം ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. എത്ര പൂർവ്വപിതാക്കന്മാരുടെ മാതാക്കന്മാരുടെ ജീനുകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റും? ശാസ്ത്രം പറയുന്നു 3,20,00,000 മാതാപിതാക്കന്മാരുടെ ജീനുകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഇതാണ് കുടുംബം എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങളൊരു കുടുംബം സൃഷ്ടിക്കുമ്പോൾ 12,000 കൊല്ലം നിലനിൽക്കാൻ പോകുന്ന ഒരു വംശപരമ്പരയുടെ തുടക്കമാണ്. ആ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ കഴിയുന്നത് ഒരു സ്ത്രീയുടെ ഈഹലോക ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. യേശുമ്പുരാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ നിൽക്കുന്ന ആളുകൾ പറയുന്നു, ഇവനെ മുല കുടിപ്പിച്ച ആ സ്ത്രീക്ക് ഹാ ഭാഗ്യം. നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങളെ ആരെങ്കിലും ഓർത്താൽ അതാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സംഭവം. അപ്പോൾ കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയാണ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, കൃത്യമായി നിങ്ങൾ പഠിക്കണം. ആ രംഗത്തുള്ള വിശ്വപ്രസിദ്ധമായ പുസ്തകമാണ് എലിസബത്ത് ഹർലോക്ക് എഴുതിയ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകം. ഏറ്റവും പ്രസിദ്ധമായ മറ്റൊരു പുസ്തകം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന പാപ്പാലിയയുടെ പുസ്തകമാണ്. ചിൽഡ്രൻ ഓഫ് ദ പാരഡൈസ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ബുക്കുണ്ട്, അതിന് ട്രാൻസ്ലേഷനുണ്ട്. ഇങ്ങനെയുള്ള വിശ്വപ്രസിദ്ധമായ പുസ്തകങ്ങൾ വായിച്ച് മക്കളെ വളർത്താൻ പഠിക്കണം. 3, ഭർത്താവ് എന്ന് പറയുന്ന ഘടകമാണ്. ഭർത്താവ് ഒരു പുരുഷനാണ്. പുരുഷന് ദേഷ്യം വരും, അവൻ വല്ലതൊക്കെ വിളിച്ച് കൂവുന്നതായിരിക്കും. പക്ഷെ 5 മിനിറ്റ് നേരത്തേക്ക് ഉള്ളൂ. പുരുഷന് ഇതൊന്നും മനസ്സിൽ വെച്ചുണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ദേഷ്യം വരും, വല്ലതൊക്കെ പറഞ്ഞിരിക്കും. നിങ്ങളതൊന്നും കേട്ടിട്ട് പെർമനൻ്റായിട്ട് തലച്ചോറിൽ ഓർത്ത് വെച്ച് കളയരുത്. സ്ത്രീകൾക്ക് പുരുഷന്മാരൊക്കെ ഓർമ്മശക്തി കൂടുതലാണ്, ആനയെ പോലെയാണ്. ഒരിക്കൽ എന്തെങ്കിലും കേട്ടാൽ ഭയങ്കര ഓർമ്മയാണ്. ഇത്രയും ഓർമ്മശക്തി വല്ല ഫിസിക്സിലോ മാത്സിലോ പ്രയോഗിച്ചിരുന്നെങ്കിൽ എത്ര സ്ത്രീകൾ ശാസ്ത്രജ്ഞന്മാരായനെയായിരുന്നു, സംശയമൊന്നുമില്ല. പുരുഷൻ പറഞ്ഞ് അങ്ങ് മറന്നു പോകും. 5 കൊല്ലം കഴിയുമ്പം അന്നിങ്ങനെ പറഞ്ഞു, അങ്ങാരോട് ചോദിച്ചാൽ അങ്ങാരതൊന്നും ഓർക്കത്തില്ല. പുരുഷന് കുറേ ഡിസ്കൗണ്ട് കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള ചില വികാര പ്രകടനങ്ങൾക്ക്. പക്ഷേ ശോഭിച്ച് നിൽക്കുന്നൊരു പുരുഷനെ ശാന്തനാക്കാൻ ഭാര്യയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. പുരുഷൻ അവൻ്റെ കർമ്മപഥത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നിൻ്റെ കർമ്മപഥത്തിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് പുരുഷനെ ശക്തിപ്പെടുത്താൻ ഭാര്യയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഭാര്യ റോള് നിർവഹിക്കുമ്പോൾ പുരുഷൻ വളരെ വലിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, നല്ല ഭാര്യയെ ലഭിക്കുന്ന പുരുഷൻ, ബാക്കി നിങ്ങൾക്കറിയാം, നല്ല ഭാര്യയെ ലഭിക്കുന്ന പുരുഷൻ ഭാഗ്യവാനാണ്. അപ്പോൾ ഭർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാൻ, ഭർത്താവിനെ ഉയർച്ചയിലേക്ക് നയിക്കാൻ ഭാര്യമാർ ഏറ്റവും വലിയൊരു റോള് വഹിച്ചിരിക്കണം. 4-മത്തേത് വീട്ടിലെ പ്രാർത്ഥനയുടെ അംശമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്രായത്തിൽ 4 വയസ്സാവുമ്പോൾ മുതൽ കുട്ടികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, ഈശ്വരവിശ്വാസം പഠിപ്പിക്കണം, വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് പഠിപ്പിക്കണം, യേശു തമ്പുരാൻ ആരായിരുന്നു എന്ന് പഠിക്കണം, നമ്മുടെ സഭയുടെ വിശ്വാസത്യങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. അങ്ങനെ അവൻ മുളയിലേ അത് പഠിച്ചാൽ മരണം വരെ അവൻ ആ വിശ്വാസം കാത്തുരക്ഷിക്കുന്ന ഒരാളായി മാറും. അവനൊരിക്കലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. എൻ്റെ വല്യമ്മച്ചിമാർ 2 പേരും ഭയങ്കര പ്രാർത്ഥനക്കാരാണ്. വളരെ ചെറുപ്പത്തിൽ എന്നെ മടിയിലെടുത്ത് വെച്ചിട്ട് ഓരോരോ പ്രാർത്ഥനകളിങ്ങനെ പറഞ്ഞു തരുന്ന ഇപ്പോഴും എൻ്റെ ഹൃദയത്തെ മതിക്കുന്ന സംഭവങ്ങളാണ്. വേദപുസ്തകത്തിലെ കഥകളെല്ലാം എന്നെ മടിയിലെടുത്ത് പറഞ്ഞു തന്ന എൻ്റെ വല്യമ്മച്ചിയാണ്. എത്രയോ വർഷം കഴിഞ്ഞു വല്യമ്മച്ചി പറഞ്ഞ ഒരു കഥയും ഞാൻ പറഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിലെ ഓരോ കഥ ഇങ്ങനെ എടുത്ത് ഓരോ ഇന്നെൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ പല സ്ത്രീകളെ പറ്റി എനിക്ക് ആദ്യം പറഞ്ഞത് എൻ്റെ വല്യമ്മച്ചിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വേദപുസ്തകം പറഞ്ഞു കൊടുക്കണം, ഭക്തിയിൽ അവരെ വളർത്തണം, സത്യത്തിൽ അവരെ ജീവിക്കാൻ അവരെ ശ്രദ്ധാപൂർവം നയിക്കണം. എൻ്റെ പോലീസ് ജീവിതത്തിൽ എനിക്ക് ഒരുപാട് എതിർപ്പുകളുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഇന്ത്യൻ എക്സ്പ്രസ് ഞാൻ ഈ പള്ളികളിലൊക്കെ പോയി പ്രസംഗിക്കുന്നതിന് എന്നെ കളിയാക്കിക്കൊണ്ട് ഫസ്റ്റ് പേജിൽ അലക്സാണ്ടർ ജേക്കബ് ഇന്ത്യൻ പാസ്റ്ററൽ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസിന് ഇന്ത്യൻ പാസ്റ്ററൽ സർവീസ്, പള്ളികളിൽ പോയി കളിയാക്കിയിട്ട് പ്രസംഗിച്ചാൽ ഞാൻ ചിരിച്ചു. ഞാൻ ആ പത്രം വായിച്ചിട്ട് ചിരിച്ച്. ഒരിക്കൽ എൻ്റെ DGP എന്നോട് പറഞ്ഞു, അലക്സാണ്ടർ യു ആർ മോർ എ ക്രിസ്ത്യൻ ദാൻ എ പോലീസ് ഓഫീസർ. കളിയാക്കാൻ പറഞ്ഞ സീനിയർ ഓഫീസേഴ്സ് കോൺഫറൻസാണ്. ഞാൻ പറഞ്ഞു, സാർ യു മേ ഹാവ് മെൻറ്റ് ഇറ്റ് ആസ് എ ഡിറോഗറേറ്ററി എക്സ്പ്രഷൻ ബട്ട് ഐ ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെൻറ്റ്. സാറിനെ കളിയാക്കാൻ പറഞ്ഞ, പക്ഷെ ഞാനതൊരു കോംപ്ലിമെൻ്റായിട്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഇഫ് ഐ ആം മോർ എ ക്രിസ്ത്യൻ ദാൻ എ പോലീസ് ഓഫീസർ, സന്തോഷിക്കേണ്ട കാര്യം. 5-6 മാസം കഴിഞ്ഞപ്പോൾ DGP എന്നോട് പറഞ്ഞു, അലക്സാണ്ടർ ഐ ആം സോറി, അന്ന് ആ മീറ്റിംഗ് വെച്ച് അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാറേ, സാറ് പറഞ്ഞ് ഞാൻ എനിക്കൊരു അപ്രീസിയേഷനായിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞു. നമ്മുടെ വിശ്വാസത്തെ പറ്റി വേറൊരാൾ ചോദ്യം ചെയ്താൽ നമ്മളതിൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ വിശ്വാസത്തിൽ ഉറപ്പുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവരണം. കുടുംബത്തിൽ രാവിലെയുള്ള പ്രാർത്ഥനയും വൈകിട്ടുള്ള പ്രാർത്ഥനയും
നിർബന്ധമായും ചെയ്തിരിക്കണം. ഭർത്താവ് ആ സമയത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നെപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥൻ ദിവസങ്ങളോളം ചിലപ്പോൾ വീട്ടിൽ കാണില്ല. പക്ഷേ രാവിലെ കുട്ടികളെ വിളിച്ചെത്തി പ്രാർത്ഥിപ്പിക്കുക, 6 മണിയിൽ നിന്ന് അടിക്കുമ്പോൾ കുട്ടികളെ വിളിച്ചെത്തി പ്രാർത്ഥിപ്പിക്കുക എൻ്റെ ഭാര്യ മെറ്റിക്കുലസായി ചെയ്യുന്നൊരു കാര്യമാണ്. അമ്മമാരാണ് ആ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ടത്. ഭർത്താവ് കച്ചവടം കൊണ്ടോ ജോലി കൊണ്ടോ ഒക്കെ ടൂർ കൊണ്ടോ ഒക്കെ സ്ഥലത്തുണ്ടാവില്ല. പക്ഷേ മക്കളെ പ്രാർത്ഥന പഠിപ്പിക്കേണ്ടത് ഓരോ അമ്മയുടെയും പർപ്പസാണ്. 5-ാമതായി, നിങ്ങളാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും കാവൽ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ഭർത്താവ് രാത്രി 9 മണിയായപ്പോൾ എന്നെ വിളിച്ച്, സാറേ എൻ്റെ ഭാര്യ ഒരു ഗൾഫുകാരൻ്റെ കൂടെ ഓടിപ്പോയി, ഗൾഫുകാരൻ അവധിക്ക് വന്നാ. ഞാൻ ചോദിച്ചു, ഡൈവേഴ്സ് വല്ലതായോ? ഇല്ല സാറേ, അവളങ്ങിറങ്ങി അങ്ങ് പോയി. എനിക്ക് ശകലം ബന്ധമുള്ളൊരു കുടുംബമാണ്. അതുകൊണ്ട് ഞാൻ മെനക്കെട്ട് ഞാനന്ന് DGP-യാണ്, 3 സ്റ്റാറുള്ള വണ്ടിയും കൊണ്ട് നേരെ പോയി അവളെ കണ്ടു. ഞാൻ പറഞ്ഞു, നീ എന്ത് വിവരക്കടയെ കാണിക്കുന്നത്? ഗൾഫുകാരൻ വന്ന് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകും. 2 മണിക്കൂർ വഴക്ക് പറഞ്ഞു. അവൾ പറഞ്ഞു, ഇല്ലച്ചാ, ഞാൻ തിരിച്ചു പോവുകയില്ല, ഭർത്താവിനോട് ജീവിക്കാൻ വയ്യ. ഞാൻ പിന്നെ ഈ ഗൾഫുകാരൻ്റെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞു, എന്ത് വഴിയാണ് കാണിച്ചത്? വേറൊരുത്തൻ്റെ ഭാര്യയും കൊണ്ട് ഒളിച്ചോടാൻ പറ്റുമോ നിന്നെ? നീ എവിടം വരെ പോകൂടാ? കുറച്ച് കഴിഞ്ഞ് ഞാൻ അവനെ വിരട്ടി. നീ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുമെന്ന് പറഞ്ഞു. ഞാൻ ജയിൽ DGP-യാണ്, അറസ്റ്റ് ചെയ്ത് അകത്താക്കുക അവിടെ ഞാനായിരിക്കുന്നത്. ഏതാ ജയിൽ DGP? ഞാൻ അങ്ങോട്ട് വന്നാൽ ഞാൻ എൻ്റെ കയ്യിലോട്ടല്ലേ വരും. അവൻ പറഞ്ഞു, ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. അവൻ പിറ്റേ ദിവസത്തിൻ്റെ പോലെ പ്ലെയിനെ കയറി അങ്ങ് പോയി. ഭാര്യ തിരിച്ച് ഭർത്താവിൻ്റെ അടുത്ത് വന്നു. 24 മണിക്കൂർ കഴിഞ്ഞിരുന്നെങ്കിലോ, അവളുടെ ചാരിത്രം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വന്നാലോ, ഭർത്താവ് സ്വീകരിച്ചില്ലെങ്കിലോ? ഇത് രാത്രിക്ക് മുമ്പ് പിടികൂടിയതുകൊണ്ട് തിരിച്ചു കിട്ടി. അങ്ങനെ ഒരു സ്ത്രീ പോയാൽ ആ കുടുംബത്തിൻ്റെ മാനം എവിടെ നിൽക്കുന്നു? ആ കുട്ടികളെന്ത് ചെയ്യും? വല്ലാത്തൊരു പതനം. അപ്പോൾ ചെമ്മീനകത്ത് തകഴി പറയുന്ന പോലെ, കണവൻ കടലിൽ പോയാൽ അവന് കാവൽ നീയാണ്. മുക്കുവൻ കടലിൽ പോയി, അരയത്തി പെണ്ണ് തപസ്സിരുന്നു, അവനെ കടലമ്മ കൊണ്ടുവന്നു. എന്നാൽ വേറൊരു മുക്കുവൻ പോയി, അരയത്തി പെണ്ണ് പിഴച്ചുപോയി, അവനെ കടലമ്മ കൊണ്ടുപോയി. ഇത് മുക്കുവന്മാർക്ക് വേണ്ടി തകഴി കഥ എഴുതുകയാണെങ്കിലും ഓരോ കുടുംബത്തിനും ഇത് ബാധകമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭർത്താവ് സുരക്ഷിതനായി തിരിച്ചു വരുന്നത്, അവൻ അന്തസ്സോടുകൂടി സമൂഹത്തിൽ മാന്യതയോട് ജീവിക്കുന്നത് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിലേ ഭർത്താവ് വിജയിക്കാൻ പറ്റുമോ. അതുകൊണ്ട് ഭർത്താവിന് കാവലാളായി ഭാര്യമാരിയ്ക്കാൻ വേദോത്സവ താളുകളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിച്ച് മുന്നേറാൻ കഴിഞ്ഞിരിക്കേണ്ടതാണ്.